ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ഹരേ കൃഷ്ണ. നാരദ മഹർഷിയുടെ ദുഃഖത്തിൻ്റെ കാരണം സ്വന്തം നിലയ്ക്കുള്ള ദുഃഖമല്ല. നാം നാരദ മഹർഷിയുടെ ദുഃഖം കണ്ടത്. അതിൽ കുറച്ച് മുമ്പ് വ്യാസൻ്റെ ദുഃഖം കണ്ടു. വ്യാസമഹർഷിക്കും നാരദ മഹർഷിക്കൊക്കെ ദുഃഖം ഉണ്ടാവണത് നമുക്ക് ദുഃഖം ഉണ്ടാവണ മാതിരിയാണോ? അല്ല, നമ്മുടെ ലെവലിൽ അവരെ റേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അജ്ഞന്മാരും മൂഢന്മാരായ ആൾക്കാർ പറയുന്നത് അവരൊക്കെ ഇപ്പോൾ വേദാന്ത ശാസ്ത്രങ്ങളും ഭാഗവതമൊക്കെ പഠിച്ചിട്ട് പോലും അവർക്ക് ദുഃഖം ഉണ്ടായില്ലേ അല്ലേ? മഹാത്മാക്കളായ ആൾക്കാർ വലിയ നമ്മളൊക്കെ ഗുരുനാഥന്മാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും സൂക്കേട് വരണു, ആശുപത്രി കിടക്കണു, അവർക്ക് പോലും പല പീഡകളും അനുഭവിക്കേണ്ടി വരണ കാണണു. അപ്പോൾ ഈ സോക്കോൾഡ് ഫോളോവേഴ്സിൻ്റെ, ഭക്തന്മാരുടെ, ശിഷ്യന്മാരുടെ ഒക്കെ ശ്രദ്ധ ചിലപ്പോൾ ക്ഷയിക്കും അല്ലേ? ഇല്ല, അവരിതിനൊക്കെ അതീതരാണ്. ദേ ആർ എബവ് ദ ബോഡി കോൺഷ്യസ്നസ്. ദേഹ അഭിമാനമില്ല അവർക്ക്. എപ്പോഴും മനസ്സ് ആത്മനിഷ്ഠന്മാരാണ് അവരെന്നർത്ഥം. ലോകത്തിൽ അവർ നമ്മളെ കാണിച്ചു തരണു. ഈ ശരീരം നമ്മൾ ഓരോരുത്തരും എടുത്തു. എന്തുകൊണ്ടെടുത്തു? കുറേ കർമ്മങ്ങൾ ചെയ്തു. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രാരബ്ധ കർമ്മം ഫലം തരാൻ ആരംഭിച്ചതെന്നർത്ഥം. ഇതിന് പ്രകർഷേണ ആരംഭിച്ചത്. അതോ ഏതൊരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ശരീരമെടുത്തോ ആ ശരീരം അത് കഴിയുന്നവരെ തുടരും. അത് കഴിഞ്ഞാലോ ആ ശരീരം വീണുപോകും. പക്ഷേ അതിനിടയിൽ ഈശ്വരഭക്തിയും ആ വിഷയവൈരാഗ്യവും ആത്മജ്ഞാനവും ഒക്കെ സമ്പാദിച്ച് ജീവൻ മുക്തനായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരമല്ല, ദൃശ്യമായ ദേഹത്തെ താനെന്ന് പിന്നെ ഒരിക്കലും കണക്കാക്കുന്നില്ല. ദൃക്സ്വരൂപമായ ആ ആത്മാസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സുറച്ചു, ഭഗവാനിൽ മനസ്സുറച്ചു, ജീവൻ മുക്തനാണ്. ശാസ്ത്രം പറയുന്നത് പ്രാരബ്ധം അനുഭവേണ ഏവ നശ്യരീന. പ്രാരബ്ധം അനുഭവിച്ചതിന് തീരണം. കയ്യിൽ നിന്ന് വിട്ട ഒരമ്പ് പോലെയാണത്. അത് ലക്ഷ്യത്തിൽ പോയി തറയ്ക്കും. ലക്ഷ്യം ഇപ്പോൾ സിംഹമെന്ന് വിചാരിച്ച് വിട്ടു, പക്ഷേ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനെന്ന് മനസ്സിലായി. തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പന്ത് നമ്മൾ അടിച്ചാൽ ആ പന്തിൻ്റെ ശക്തി കൊണ്ട് അതൊരിടത്ത് പോയി വീണുകൊണ്ട് അവിടെ നിൽക്കില്ല, വീണെടുത്ത് നിൽക്കില്ല. ആ ഫോഴ്സ് തീരണ വരെ അത് ഉരുണ്ട് ഇങ്ങനെ പോകും അല്ലേ? ആ ഫോഴ്സ് കഴിഞ്ഞാലേ നിൽക്കുള്ളൂ. ഇതുപോലെയാണ് പ്രാരബ്ധത്തിൻ്റെ ശക്തി കഴിയണവരെ ശരീരം.
കാറ്റത്ത് ഇല ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം മതി. ജീവൻ മുക്തനെ സംബന്ധിച്ചത് അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇന്നടത്തേക്ക് പോകണമെന്നോ ഇന്നടത്തേക്ക് വരണമെന്നോ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യേണ്ടെന്നോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? സാധാരണ ഒരു അജ്ഞാനിയായ ജീവനായി ജനിച്ച് സാധനാനുഷ്ഠാനത്തിലൂടെ ഭക്തിയും ജ്ഞാനവും ഒക്കെ കൈവരിച്ച മുക്തന്റെ സ്ഥിതിയാണ് ഈ പറയണത്. അങ്ങനെയാണെങ്കിൽ ഈശ്വര അവതാരങ്ങളുടെ കഥ പറയാനുണ്ടോ? അവർ ഇതിനേക്കാൾക്ക് എത്രയോ അതീതരല്ലേ. ഭഗവത് അവതാരമായ വേദവ്യാസ മഹർഷിക്ക് ദുഃഖം ഉണ്ടായി. നമ്മുടെ ദുഃഖം പോലെയല്ലത്. പിന്നെയോ അവർക്ക് സർവാത്മഭാവം കൈവന്നു. സർവചരാചരങ്ങളിലും തന്നിലും ഒരേ ഭഗവാനാണ് ആത്മാവായിരിക്കുന്നത്. തൻ്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ സർവരും താൻ തന്നെ എന്നറിയണവര്. ആ അനുഭൂതിയിലോ വേറൊരാളുടെ ദുഃഖം കണ്ട അവർക്ക് സഹിക്കില്ല. തൻ്റെ ദുഃഖം പോലെ തോന്നും. അതാണ് വേറൊരാളുടെ സന്തോഷം തൻ്റെ സന്തോഷം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോമതഃ. ഏറ്റവും പ്രിയപ്പെട്ട യോഗി, പരമമായ യോഗി, ഏറ്റവും സുപ്രീം യോഗി അല്ലെങ്കിൽ പരമമായ ഭക്തൻ, മുക്തൻ, ജ്ഞാനിക്കാരന് ഭഗവാൻ കൃഷ്ണ ഭഗവാൻ പറയും, ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി. സർവത്തിലും സമമായിരിക്കുന്ന എന്നെ, സർവരുടെയും അന്തരാത്മാവായിരിക്കുന്ന എന്നെ തിരിച്ചറിയുന്നതോടുകൂടി, തൻ്റെ ആത്മാവായി തിരിച്ചറിയുന്നതോടുകൂടിയോ ആത്മൗപമ്യേന തന്നെ പോലെ അന്യനെയും കാണുന്നു. അന്യനില്ല അവർക്ക്, ആരും അന്യരല്ല. എന്നത് എല്ലാം ഭഗവന്മയം, അല്ലെങ്കിലോ എല്ലാം താൻ തന്നെ. ആ അവസ്ഥയിൽ അതിന് വ്യക്തിപരമായ ആഗ്രഹമില്ല, വ്യക്തിപരമായ സുഖമില്ല, വ്യക്തിപരമായ ദുഃഖമില്ല. പിന്നെയോ സമഷ്ടി ഇച്ഛയ്ക്കനുസരിച്ച്, ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് അതിൻ്റെ ശരീരം പ്രവർത്തിക്കുന്നു. അതാണ് സാക്ഷാത്കാരം നേടിയ മഹാന്മാരിലൂടെ പ്രവർത്തിക്കുന്നതിന് അവരില്ലല്ലോ. പിന്നെ അവനവൻ എന്ന പരിമിതമായ വ്യക്തിഭാവം, വ്യക്തിഅഹന്ത, ജീവഭാവം, ദാറ്റ് സെൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു. പിന്നെയോ സർവേശ്വരൻ്റെ വിശ്വസ്ത ഉപകരണമായി മാറിയവരെന്നർത്ഥം. അത്തരം മഹാന്മാരിലൂടെയാണ് ഭഗവാൻ തൻ്റെ ദൗത്യം, ധർമ്മ സംരക്ഷണം നിർവഹിക്കുക. അപ്പം അങ്ങനെയുള്ള നാരദരും വ്യാസരും ഒക്കെ ഭഗവത് അവതാരങ്ങളാണ്. അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ നാരദനൊക്കെ അവതാരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സനൽകുമാരാദികളൊക്കെ. അപ്പോൾ അവരുടെ ദുഃഖം എന്തിനാ? മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നണില്ല. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം പോലെ തോന്നിയാലേ നമ്മൾ അത് നീക്കാൻ വേണ്ടി ശ്രമം ചെയ്യുള്ളൂ. മറ്റുള്ളവരുടെ സുഖം നമ്മുടെ സുഖം പോലെ തോന്നുമ്പോഴേ അതിൽ നമ്മൾ സന്തോഷിക്കുള്ളൂ പറഞ്ഞ അതിന് അല്ലേ. അപ്പോൾ വ്യാസനും നാരദനൊക്കെ ദുഃഖം ഉണ്ടായിച്ചാൽ ഇപ്പം എന്താ കണ്ടു? വ്യാസൻ ലോകമംഗളത്തിന് വേണ്ടി, ലോകരുടെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണക്കാരന് അപ്രാപ്യമായ അതിഗഹനമായ വേദതത്വം ജനങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ആ വേദപുരുഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാഭാരതം എഴുതി, പുരാണങ്ങൾ എഴുതി. എന്നിട്ടും ജനങ്ങൾ ഇതൊന്നും വേണ്ട പോലെ പഠിച്ച് ഉൾക്കൊണ്ട് ആ സത്യം സാക്ഷാത്കരിച്ച് കൃതകൃത്യരാകുന്നില്ല. ഇനി എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്? അതാണല്ലോ, അപ്പോഴാണ് കൃതാർത്ഥത ഉണ്ടാവുന്നത്. അപ്പോഴാണ് നാരദ മഹർഷി വന്ന് ഭഗവാന്റെ മഹിമയാകുന്ന മഹിമ എഴുതൂ. അതാണ് ഭാഗവതം. ഭാഗവതമാണ് ഈ പറഞ്ഞ വേദത്തിനേക്കാളും ഭാരതത്തെക്കാളും മറ്റ് 17 പുരാണങ്ങളെക്കാളും ലോകത്തിന് ഉപകാരപ്പെടാൻ പോകണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. മറ്റെല്ലാ ഗ്രന്ഥങ്ങളെക്കാളും സർവർക്കും ഒരുപോലെ പിന്തുടരാൻ കഴിയുന്നത്, എളുപ്പത്തിൽ ശ്രവണമാത്രയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്നത്, ആ ഭക്തിയുടെ പരിപോഷണം കൊണ്ട് വിഷയങ്ങളിലെ ആസക്തിയെ നീക്കി വിഷയവിരക്തി അനായാസേന പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ ഭഗവത് ഭക്തി കൊണ്ടും വിഷയവിരക്തി കൊണ്ടും നിർമ്മലവും പരിശുദ്ധവുമായ ചിത്തത്തിൽ ആ ചിത് സ്വരൂപനായി മനസ്സാക്ഷിയായി വിരാജിക്കുന്ന ആ ആത്മസ്വരൂപനായ ഭഗവാനെ, ശ്രീകൃഷ്ണനെ അനുഭവപ്പെടുത്തി പരമാനന്ദാനുഭൂതിയിലേക്ക് നയിക്കുന്നതുമാണ് ശ്രീമദ് ഭാഗവതം എന്ന് അതിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നാരദൻ്റെ ദുഃഖം എന്താ? നാരദൻ്റെ ദുഃഖം ഇതന്നെയാണ്. നാരദൻ കലികാലത്തിൽ ഭൂമിയിൽ വന്നു പുണ്യസ്ഥലങ്ങളിലൊക്കെയാണ് പോയത്. വിശേഷപ്പെട്ട 14 ലോകങ്ങളിൽ വെച്ച് വിശേഷമാണ് ഭൂമി എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് ഭൂമിയിലൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് കൃഷ്ണാവതാരത്തിന് ശേഷം വന്നു, കലിയുഗം ആരംഭിച്ചു. ആ കലിയുഗത്തിൻ്റെ സ്വാധീനം എത്ര ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പുണ്യസ്ഥലങ്ങൾ പോലും, പുണ്യക്ഷേത്രങ്ങൾ പോലും, പുണ്യ ആശ്രമങ്ങൾ പോലും ദുഷിച്ചിരിക്കുന്നു. കാപട്യം, വഞ്ചന, വെറും പൊള്ളയായിട്ടുള്ളതായ
എന്താ പറയേണ്ടത്, കാട്ടിക്കൂട്ടലുകളാണുള്ളൂ. ആത്മാർത്ഥതയില്ല. ബീജഹീന തുഷായത, അരിയില്ലാത്ത ഭൂമി പോലെയായിരുന്നു അല്ലേ? എല്ലാത്തിൻ്റെ സാരം നഷ്ടപ്പെട്ടു. കലിയുടെ ദോഷം കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം എന്താണ് ഈ കലിയെ പരീക്ഷിത്ത് മഹാരാജാവ് അപ്പം അതിനെ കൊന്ന് തള്ളായിരുന്നത്? എന്നാൽ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പം അദ്ദേഹം ഈ കലിക്ക് വലിയൊരു ഗുണം കണ്ടു. ഇത്രയൊക്കെ ദോഷം ഉണ്ടെങ്കിലും ഈ ദോഷങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് അനായാസേന ഭഗവത് പ്രാപ്തി നേടാൻ കഴിയുന്ന ഒരൊറ്റ മൂലിയാണത്രേ ഭഗവാന്റെ നാമജപം, തിരുനാമ സങ്കീർത്തനം. ഇതാണ് ഈ യുഗധർമ്മം തന്നെ, കലിയുഗധർമ്മം തന്നെ. അനായാസേന, കാലദേശഭേദമില്ലാതെ ഏതൊരാൾക്കും എവിടെ വെച്ചും അനുഷ്ഠിക്കാവുന്ന സാധനയാണ് ഹരേ കൃഷ്ണ, നാരായണ, മാധവ, അച്യുത, ഗോവിന്ദ ഇത്യാദി നാമങ്ങൾ അല്ലേ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പം എന്ത് മനസ്സിലാക്കണം? ഈ കലികാലത്തിൽ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഏതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിരോധമില്ല, നാമം വിടാൻ പാടില്ല, നാമജപം വിടാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അത് നിരന്തരം ചെയ്യണം അർത്ഥം. അതാണ് പ്രധാന സാധനം. അപ്പം അതിനെ ആശ്രയിക്കാത്തവർക്ക്, ആ നാമത്തെ ആശ്രയിച്ചവർക്ക് അനായാസേന കലികാലത്തിൽ യാഗം, യജ്ഞം, തപസ് ഇതൊന്നും ഇക്കാലത്തൊന്നും പറ്റില്ല. ധ്യാനം, സമാധി പരിശീലനമൊക്കെ എത്രയോ ദൂരത്ത്. അവർക്ക് പോലും ഈ നാമജപത്തിലൂടെ ഭക്തിയും മുക്തിയും കൈവരിക്കാം. ഇതാണ് അതിൻ്റെ മഹിമ എന്നർത്ഥം. പിന്നെ എന്താ ഭഗവാൻ ഈ അധർമ്മം കണ്ടിട്ട്, ഈ കലിയുടെ തേർവാഴ്ച കണ്ടിട്ട് സാക്ഷാൽ ധർമ്മരക്ഷകനായ ഭഗവാൻ ശ്രീഹരി മിണ്ടാണ്ടിരിക്കണമെന്ന് വെച്ചു ഭക്തിദേവി അല്ലേ. പറഞ്ഞു യുഗധർമ്മമാണത്, അതുകൊണ്ട് ഭഗവാൻ മിണ്ടാതിരിക്കണു. സാരില്ല, നീ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ദുഃഖം എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവും. ശരീരെടുത്താൽ ദുഃഖം ഉണ്ടാവും. പക്ഷേ ദുഃഖമില്ലാണ്ടാവണമെങ്കിൽ എന്ത് വേണം? ദുഃഖമില്ലാത്ത, ദുഃഖത്തിൻ്റെ കലർപ്പില്ലാത്ത ആനന്ദം മാത്രം ഉടലെടുത്ത സ്വരൂപമായ ഭഗവാനെ സ്മരിക്കണം, ഭജിക്കണം, ആശ്രയിക്കണം, സേവിക്കണം. ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഇതാണ് നാരദന് നമ്മളോടൊക്കെ പറയാനുള്ളത്. ഭക്തിദേവിയാണ് ഇവിടെ മുഖ്യ കഥാപാത്രമെങ്കിലും വാസ്തവത്തിൽ ഇതിലൂടെ പറയുന്ന സന്ദേശം ലോകത്തിന് മുഴുവനുള്ളതാണേ. ദുഃഖമുണ്ടോ? ദുഃഖമില്ലാത്തവരാരും ജീവിതത്തിലില്ല അല്ലേ? പക്ഷേ നമ്മൾ ആ ദുഃഖം നിവർത്തിക്കാനും ശാശ്വതമായ സുഖസമാധാനം. എന്നിട്ട് പറഞ്ഞു ആ കൃഷ്ണനില്ലപ്പോൾ. കൃഷ്ണൻ പണ്ടല്ലേ ഉണ്ടായിരുന്നത്. പണ്ടുള്ള ആൾക്കാർക്ക് കൃഷ്ണൻ സഹായിക്കാൻ വന്നു, ശരി. പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് കൃഷ്ണനെ കിട്ടുക എന്ന് വെച്ചാൽ സകൃഷ്ണ ക്വാപിനോഗത. ആ കൃഷ്ണൻ എവിടെ പോവാൻ? എവിടെയും പോയിട്ടില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ് കൃഷ്ണൻ നത്തം. സർവചരാചരങ്ങളുടെ അകത്തും പുറത്തും ആകാശമെന്ന പോലെ നിറഞ്ഞു നിൽക്കുന്നു. അന്ന് പാണ്ഡവന്മാരെ രക്ഷിച്ച, അന്ന് ഗോപിമാരെ രക്ഷിച്ച, അന്ന് പാഞ്ചാലി രക്ഷിച്ച കൃഷ്ണൻ ഇന്നുമുണ്ട്, എവിടെയുമുണ്ട് അല്ലേ. പൂന്താനം നമ്പൂതിരി ഗുരുവായൂരപ്പൻ തൊഴാൻ പോയ സമയത്ത് കള്ളന്മാരും ഒന്നു രാത്രിയിൽ നടന്നു പോകുമ്പോൾ പാവം അല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ചു, കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണനാണ് ആകെയുള്ളൂ രക്ഷ, ആശ്രയം. അപ്പോൾ ഉടനെ മങ്ങാട്ടച്ഛൻ വന്ന് രക്ഷിച്ചു എന്നാണ് കഥ. മങ്ങാട്ടത്തിൻ്റെ രൂപത്തിൽ ആര് വന്നു? ഗുരുവായൂരപ്പനായിരുന്നു ആ വന്നതെന്ന് ബോധ്യപ്പെടുത്തി പിറ്റേ ദിവസം രാവിലെ തൊഴാൻ ചെന്ന സമയത്തിൽ മങ്ങാട്ടച്ഛൻ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് സമ്മാനമായി വിരലിൽ കിടന്ന മോതിരം തിരുമേനി ഊരി കൊടുത്തു. രാവിലെ കുളിച്ചു തൊഴാഞ്ഞ സമയത്ത് മേശാന്തി പൂവും പ്രസാദവും കൊടുത്ത കൂട്ടത്തിൽ മോതിരവും. ആശ്ചര്യം, ഈ മോതിരം ഇന്നലെ ഞാൻ മങ്ങാട്ടത്തിന് രാത്രി കൊടുത്തതാണല്ലോ, കള്ളന്മാരെ രക്ഷിച്ചതെന്ന്, കൊള്ളക്കാരിൽ നിന്ന്. ഇതെങ്ങനെ കിട്ടി തിരുമേനിക്ക്? രാത്രി ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്നു കൃഷ്ണൻ. അതെ, നാളെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ഒരു മോതിരം കാണുകയെ, അത് പൂന്താനം നാളെ ഒളിച്ചു തൊഴാൻ വരുമ്പോൾ കൊടുത്തേക്കണം കേട്ടോ എന്ന്. നോക്കൂ, ഇങ്ങനെയാ ഭഗവാൻ രക്ഷിക്കുക. എവിടെ വിളി പൊങ്ങുന്നിത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ എന്ന് പറയാറില്ലേ കലിയുഗവരതനായ അയ്യപ്പനെ സ്തുതിക്കുമ്പോൾ? അയ്യപ്പൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും കാര്യത്തിൽ. പാഞ്ചാലി അന്ന് വിളിച്ചു അത്രയാ കൗരവ സദസ്സിൽ, ദ്വാരകാവാസിയായ കൃഷ്ണ, ഈ കൗരവന്മാർ പീഡിപ്പിക്കുന്നു എന്നെ, അങ്ങ് കാണുന്നില്ലേ, എന്നെ രക്ഷിക്കാൻ വരൂ എന്ന്. വന്നില്ല എന്നാണ്. പിന്നീട് അപ്പോൾ ഒരു കൈ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടാണ്, ഒരു കൈ കൊണ്ട് പുടവയുടെ കുത്തിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ടാണ് ദ്വാരകാവാസി വിളിച്ചത്. ഒന്നില്ല. അവസാനം പൂർണ്ണ ശരണാഗതി, രണ്ട് കൈയും വിട്ട് ഹൃദയവാസിയായ കൃഷ്ണ, ഈ ദുഷ്ടന്മാരായ ഈ കൗരവരുടെ നിന്ന് എന്നെ രക്ഷിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും അക്ഷയ വസ്ത്രമായിട്ട് ഭഗവാൻ അവിടെ വന്നത്.
അപ്പൊ കൃഷ്ണനായിട്ട് വന്നാൽ കാര്യമില്ല. ദൂത് പറയാൻ വന്നപ്പോൾ കൃഷ്ണനെ പിടിച്ചു കെട്ടാനും ധിക്കാരം പറഞ്ഞ് അധിക്ഷേപിക്കാനല്ലേ ദുര്യോധനൻ പുറപ്പെട്ടത്. അപ്പൊ അവിടെ ആ രൂപത്തിൽ വന്നിട്ട് കാര്യമില്ല. ഓരോ സന്ദർഭത്തിൽ ഭക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതേത് രൂപത്തിൽ ഭഗവാൻ വരണമോ അതാത് രൂപത്തിൽ ഭഗവാൻ വരും. എന്തിന്? ഈ കാണുന്ന പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഭഗവാനല്ലയോ? അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാൻ വരാൻ പാടില്ലാത്തത്? ഏതു രൂപത്തിലും ഏതു രൂപത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപിയാം തമ്പുരാനേ. ആ സത്യസ്വരൂപിയായ ആ ദൈവം തമ്പുരാനല്ലേ എല്ലാ രൂപത്തിലും അതാത് രൂപത്തിൽ ഇരിക്കുന്നത്. ആ ഭഗവാൻ എന്ന് വേറിട്ടൊന്നുമില്ലല്ലോ. പുരുഷ ഏവ ഇതകം സർവം. കാണാതൊക്കെയും ആ പരമപുരുഷനാണ്. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ്. യാതൊന്നു കൺമത നാരായണ പ്രതിമ. ഇതാണ് സത്യം. ഇതാണ് സത്യം സാക്ഷാത്കരിച്ചവർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ ഏത് രൂപത്തിലും ഭഗവാൻ വരാം. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വിചാരിക്കരുത്, ഓ ഭഗവാൻ എവിടെ ദൂരെയല്ലേ, ഭഗവാൻ അടുത്തില്ലല്ലോ, ഓ ഭഗവാനില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാൻ പാടില്ല. ഇനി നത്തം പാടോ? എല്ലാവരേക്കാൾ അടുത്ത ആരാ? അച്ഛൻ നമ്മുടെ അടുത്തുണ്ടാവില്ല, അമ്മ അടുത്തുണ്ടാവില്ല, ഭാര്യ അടുത്തുണ്ടാവില്ല, ഭർത്താവ് അടുത്തുണ്ടാവില്ല, മക്കളടുത്തുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അവനവൻ മാത്രം ഉണ്ടാവും. മിക്ക വീടുകളിലും ഒരാളാ, അല്ലെങ്കിൽ രണ്ടാളേ ഉള്ളൂ. മക്കളൊക്കെ ദൂരത്താ, മക്കളുള്ളവർ പോലും. ശരിയല്ലേ? അതിൽ ഭർത്താവോ ഭാര്യ ആരെങ്കിലും ഒരാൾ മെച്ച പിന്നെ ഒരാളാ. ഇനി ഭർത്താവും ഭാര്യയും ഒരുമിച്ചുണ്ടെങ്കിലും കാര്യമില്ല. അത് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ഭഗവാനെ കൃഷ്ണനെ ആശ്രയിച്ചാൽ നന്നായി. നമ്മൾ ആലോചിക്കണം, എപ്പോഴും നമ്മുടെ കൂടെ ആരാ ഉള്ളത്? ഭഗവാനാണുള്ളത്. ഭഗവാൻ ഉണ്ടല്ലോ, പിന്നെ ആര് വേണം? ഇതായിരിക്കണം നമ്മുടെ വിചാരം. മനസ്സിലായില്ലേ? ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ ആം നോട്ട് എലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല, ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ, ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരല്ല നാം. ഇതിനാണ് ഈ സത്സംഗം, ഇതിനാണ് ഭാഗവതം. മനസ്സിലായില്ലേ? ഈ ഒരു ഉറപ്പ് വരാൻ നത്തം. അങ്ങനെ ഭഗവാനുണ്ട് എന്നുള്ളത് വസ്തുത, സത്യം. പക്ഷെ നമുക്ക് അത് അനുഭവപ്പെടുന്നപ്പോഴാ? നമുക്ക് ആ ശ്രദ്ധയുണ്ടാകുമ്പോൾ. അത് വരാനാണ് നിരന്തരമായ സത്സംഗം, നാമജപം ഒക്കെ. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ ഏറ്റവും അടുത്ത്. ഭഗവാൻ നമ്മളോട് പറഞ്ഞല്ലോ അല്ലേ, ഞാനാണ് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. 9-ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ എല്ലാം. ഗതിഹി, ഞാൻ നിങ്ങളുടെ പരമഗതി, നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ എത്തേണ്ടത് എന്നില്ല, നിങ്ങളുടെ പരമഗതി ഞാനാണ്. വേറൊരു ഗതിയില്ല, വേറൊന്നല്ല നിങ്ങളുടെ ലക്ഷ്യം. ഗതി ഭർത്ത, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളെ രക്ഷിക്കുന്ന ആൾ ഞാനാ. പ്രഭു, ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും ഉടമസ്ഥൻ, നിന്റെ സ്വാമി. സാക്ഷി, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന എല്ലാം, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നല്ലതും ചീത്തതും ഒക്കെ കണ്ടുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷി രൂപേണ ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ. സത്യം പറയട്ടെ, നിങ്ങൾ എന്നിലാ വസിക്കണത്. ഞാനില്ലെങ്കിൽ എവിടെ നിങ്ങളുണ്ട്? ജഗന്നിവാസനാണ് ഭഗവാൻ. ജഗത്ത് ഭഗവാൻ വസിക്കുന്നു, ആ ജഗത്തിൽ ഭഗവാനും വസിക്കുന്നു. നമ്മൾ ഭഗവാനിൽ വസിക്കുന്നു. ഭഗവാനാണ് നമുക്ക് എക്സിസ്റ്റൻസ് തരുന്നത്. ഭഗവാനുള്ളതുകൊണ്ട് നമ്മളുണ്ട്. മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഭഗവാൻ വസിക്കുന്നുണ്ട്. എങ്ങനെ? അന്തര്യാമി രൂപേണ, ആത്മചൈതന്യ രൂപേണ, ദേഹേന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സർവസാക്ഷിയായിട്ട്. പ്രഭു സാക്ഷി നിവാസ ശരണം, ഞാനാണ് നിങ്ങളുടെ ഷെൽട്ടർ, നിങ്ങളുടെ റെഫ്യൂജ്. എന്നെയാണ് നിങ്ങൾ ശരണമടയേണ്ടത്, പ്രാപിക്കേണ്ടത്. ഭഗവാനല്ലാതെ വേറൊരു ശരണം നമുക്ക് ഉണ്ടാകരുത്, ഇല്ല എന്ന് വേണം വിചാരിക്കാൻ. ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യം എല്ലാം. ഭഗവാനെ അല്ലാതെ മറ്റൊന്നും നമ്മൾ ശരണം അടഞ്ഞുകൂടാ. ശരണം സുഹൃത്ത്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. യാതൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് ഉത്തമ സുഹൃത്ത്. അത് ഭഗവാൻ മാത്രം. ഇങ്ങനെയൊക്കെ ഭഗവാൻ നമുക്ക് വാക്ക് തന്നിട്ടില്ലേ? ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. മുഴുവൻ ഈ ജഗത്തിൻ്റെയും ആവിർഭാവം എന്നിൽ നിന്നാണ്, ഇതിൻ്റെ ഉറവിടം എന്നിൽ നിന്നാണ്, എന്നിൽ നിന്ന് ഉടലെടുത്തതാണ്, എന്നിലാണ് നിലനിൽക്കുന്നത്, എന്നിലേക്കാണ് തിരിച്ചു ലയിക്കുന്നത്. ഈ സമസ്ത ജഗത്തിൻ്റെയും ബീജം, വിത്ത് ഞാനാണ്, പരമകാരണം. വിത്തഞ്ച ബീജ ഭഗവാനാ കാരണം. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞേക്കണു. ഭക്തിദേവിക്ക് ഇത്രയൊന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ഭക്തിദേവിക്ക് കുറച്ച് ചേരുന്ന നാരദ മഹർഷിയുടെ സാന്നിധ്യം തന്നെ വലിയൊരു കുളിർമ, ശാന്തി, സമാധാനം കൊടുത്തു അല്ലേ?
അങ്ങ് കാണുമ്പോൾ തന്നെ അങ്ങയുടെ ദർശനം തന്നെ എനിക്ക് മനസ്സിന് കുളിർമയുണ്ടാക്കണു. ഒന്ന് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കൂ എന്നല്ലേ പറഞ്ഞത്. ഓ, ഇനി ഭക്തിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയാ, ഭക്തി, നീ ആരാന്ന വിചാരം? ഭഗവാൻ ശ്രീകൃഷ്ണന് നിന്നോടുള്ള ബന്ധം എന്തെന്ന് നീ അറിഞ്ഞോ? ഭഗവാൻ നാരദ മഹർഷി പറയാ, ത്വന്തു ഭക്തേ പ്രിയാ തസ്യ സതതം പ്രാണതോധിക. ഭക്തേ, ഭക്തിദേവി, നീ പ്രാണതഃ അധികം പ്രിയ തസ്യ. ആ ഭഗവാന് സ്വന്തം പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് നീ. ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. നീ വിളിച്ചാൽ ഭഗവാൻ എവിടെയും വരും. അവൻ്റെ ജാതി, കുലം, ഗോത്രം, പണമുണ്ടോ, സ്ഥാനമാനങ്ങളുണ്ടോ ഒന്നും നോക്കില്ല. നീ എവിടെ വിളിച്ചോ അവിടേക്കൊക്കെ ഭഗവാൻ വരും എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ ഭക്തിയുണ്ടോ അവിടെ ഭഗവാൻ എത്തും. ശബരിയുടെ അവിടെ ഭഗവാൻ ചെന്നത് എന്ത് യോഗ്യത കൊണ്ടാ? ദുര്യോധനൻ രാജകീയമായ സൽക്കാരത്തോടുകൂടി ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. എൻ്റെ അവിടെ ഇന്ന് ആതിഥ്യം. ഭക്തിയില്ലാത്ത ദുര്യോധൻ്റെ ആതിഥ്യം സ്വീകരിച്ചില്ല. യാതൊരു പ്രതീക്ഷയുമില്ല വിതർക്ക്, പരമഭാഗവതന്. ചക്രവർത്തി വലിയ ഗംഭീരമായിട്ട് അവരാണ് ക്ഷണിച്ചു വരുത്തി. കണ്ടിട്ട് ഞങ്ങളുടെ വരുമല്ലോ, അവിടെ പോയിട്ട് വിതരരുടെ പത്നി ഭക്തിയോടുകൂടി കൃഷ്ണനെ കണ്ടതോടുകൂടി എല്ലാം മറന്നു. പഴങ്ങൾ കൊടുത്തു. പഴം കൊടുത്തപ്പോൾ എന്താ ചെയ്തത്? പഴത്തിന് തോലക്കുരിഞ്ഞ് ഭഗവാന് കൊടുത്തു. പഴമൊക്കെ കളഞ്ഞു. ദേവി അതെല്ലാം മറന്നിട്ടാ. ദേവിയും മറന്നു, ഭഗവാനും മറന്നു. കാമ്പാണോ തൊലിയാന്ന് അറിഞ്ഞില്ല. വിതരൻ നോക്കിയപ്പോഴാ എന്താ കാണിക്കുന്നത്? തൊലിയൊക്കെ ഭഗവാൻ തീറ്റേ. അവസാനം വിതരന്റെ വീട്ടിലെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചിട്ട് കൃഷ്ണൻ പോയി. നോക്കണം, ത്രൈലോക്യനാഥനായ പ്രഭു മഹാരാജ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സർക്കാരം സ്വീകരിക്കാതെ വിതരന്റെ വീട്ടില് ആണ് അധികം പോയാൽ താമസിക്കുക. ഹസ്തിനാപുരത്തിൽ പോയി കഴിഞ്ഞാൽ താമസം എവിടെയാ? വിതരന്റെ വീട്ടിലാ. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ഭക്തി. അതാണ് ത്വയാഹൂതസ്തു. നീ വിളിച്ചാൽ ഭഗവാൻ നീചഗൃഹേഷു. നീചഗൃഹം എന്നുള്ളത് ഭക്തനും നീചല്ല, ഭക്തനാണ് ഉത്തമൻ. നമ്മുടെ ദൃഷ്ടിയിൽ കാശില്ലാത്തവൻ, പഠിപ്പില്ലാത്തവൻ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാ. താണകുലത്തിൽ ജനിച്ചവൻ, ഇതൊക്കെയല്ലേ നമ്മൾ പറയാ ലൗകികര്. അവരെ ആ ദൃഷ്ടിയിൽ പറയാ. അങ്ങനെയുള്ളവരവിടെ പോലും വരണമല്ലോ. അതാ നീ ഒരു രഹസ്യം ഞാൻ പറയാം. എന്ത്? സത്യാദി ത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തിദായകവും. കൃതം, ത്രേതം, ദ്വാപരം, കലിയുന്ന യുഗങ്ങൾ 4. ഇതിലിപ്പോൾ കലിയുഗമാണ്. കഴിഞ്ഞ 3 യുഗങ്ങളിലും മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണം. ബോധം എന്ന് പറഞ്ഞാൽ ആത്മബോധം, ആത്മജ്ഞാനം. വൈരാഗ്യം വെച്ചാൽ വിഷയങ്ങളിലെ അനാസക്തി. ഇത് രണ്ടുമാണ് മോക്ഷത്തിനുള്ള കാരണം. എന്നാൽ കലൗതു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലികാലത്തിൻ്റെ സവിശേഷത കാണിക്കുക. ഈ കലിയിലാകട്ടെ കേവലം ഭക്തി ബ്രഹ്മസായുജ്യകാരിണി. കേവലം ഭക്തി ഒന്ന് മാത്രം മതി, അവനും സായുജ്യം കിട്ടുകയായി, മോക്ഷം കിട്ടുകയായി, ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയായി, ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാവുകയായി. മറ്റു യുഗങ്ങളിലൊന്നും പറയാം. അവ കലികാലത്തിൽ ജ്ഞാനം വൈരാഗ്യമൊന്നും വേണ്ടെന്നാണോ? എന്നല്ല അർത്ഥം. മറ്റു യുഗങ്ങളിൽ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ എളുപ്പമാണ്. സ്വഭാവേന സത്വഗുണമായിരിക്കും ജാസ്തി. കലിയുഗം എന്ന് പറഞ്ഞാൽ തമോ ഗുണ പ്രധാനമാണ്. ആ കാലത്ത് ജ്ഞാനം ഉണ്ടാവലും ആത്മജ്ഞാനം ഉണ്ടാവലും അതുപോലെ വിഷയവിരക്തി വരലൊക്കെ കഷ്ടമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഭഗവത് ഭക്തി ഉണ്ടാവലും എളുപ്പ. ഭഗവത് ഭക്തി കൊണ്ട് കലികാലത്തിൽ എളുപ്പത്തിൽ വാസനാക്ഷയവും വിഷയങ്ങളെ ആസക്തി പോകലും ആത്മബോധം ഉദിക്കലും ഒക്കെ ഉണ്ടാവുന്നു. അതാ. അപ്പം മറ്റു യുഗങ്ങളിലൊക്കെ പ്രധാനം ജ്ഞാനവൈരാഗ്യങ്ങളാണ് മുക്തികൾക്ക് കാരണം. എന്നാൽ കലികളിൽ ഭക്തി ഒന്ന് തന്നെ ബ്രഹ്മസായുജ്യകാരിണി, ബ്രഹ്മസാക്ഷാത്കാരത്തിനെ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തെ കൊണ്ടുതരും. ഇത് നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപാം ത്വാം സസർജ എന്ന് തീരുമാനിച്ച് നിശ്ചയിച്ചിട്ടാണ് പരമാനന്ദവും ബോധവും സ്വരൂപമായ ഭഗവാൻ, സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ തൽസ്വരൂപമായി തൻ്റെ പ്രാണവല്ലഭിയായി നിന്നെ സൃഷ്ടിച്ചു തന്നെ. എന്നിട്ട് ഭക്തിദേവി ഭഗവാൻ ഭക്തിദേവി സൃഷ്ടിച്ചു. സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ തൻ്റെ തന്നെ ഒരു നിഴല് പോലെ ഭഗവാന്റെ തന്നെ സ്വരൂപത്തിന് സദൃശമായ ഒരു സ്വരൂപത്തോടു കൂടിയിട്ടാണ് സുന്ദരിയായ ഭക്തിദേവിയെ സൃഷ്ടിച്ചത്. ഭക്തി സുന്ദരിയ, ഭക്തിയാണ് സുന്ദരം. ഭക്തിയുള്ളവനത്തെ സുന്ദരിയുള്ളൂ. ബാക്കി സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ് ഭക്തിദേവി ചെയ്യേണ്ടത്? ഭഗവാന് സേവനം എന്ന് അന്ന് നീ ചോദിച്ചില്ലേ ഭഗവാന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട്? അന്ന് ഭഗവാൻ നിന്നോട് എന്താ പറഞ്ഞത്? മൽഭക്താൻ പോഷയ, എൻ്റെ ഭക്തന്മാരെ നീ അനുഗ്രഹിക്കൂ, പുഷ്ടിപ്പെടുത്തൂ.
ഇതാ പറഞ്ഞത്. അങ്ങനെ പോരണ സമയത്ത് വൈകുണ്ഠത്തിലൊക്കെ ഭക്തന്മാരെ അനുഗ്രഹിച്ചു. ഭൂമിയിലേക്ക് ഈ ഭക്തി ദേവി പോരുമ്പോൾ ആ അമ്മ ഒറ്റയ്ക്കല്ല, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലല്ലോ, സംരക്ഷണം വേണ്ടേ. എങ്ങനെയാ അയച്ചത്? മുക്തിം ദാസീം ദദൗ തുഭ്യം. തുഭ്യം, നിനക്ക് മുക്തിയെ ദാസിയായി തന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നാലെ ഒരു ദാസിയായിട്ട് മുക്തിയെ. ദാസം മുക്തി ഭക്തിയുടെ ദാസിയെന്ന്. ഭക്തി ഉണ്ടായ മുക്തി പിന്നാലെ വരുന്നു. മനസ്സിലായോ? മുക്തിക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല, പണിപ്പെടേണ്ട ആവശ്യമില്ല. ഭക്തൻ, യഥാർത്ഥ ഭക്തൻ മുക്തി ആഗ്രഹിക്കുന്നതേ ഇല്ല, മുക്തി ഭഗവാനോട് ചോദിക്കുന്നേ ഇല്ല. ആർക്ക് വേണം മുക്തി? ആർക്കാ വേണ്ട? ചെറുത്തോട്ടെ ഭഗവാനെ, ഞങ്ങൾക്ക് മുക്തിയൊന്നും വേണ്ട. എനിക്ക് ഭഗവാനെ ജന്മജന്മാന്തരേപി ത്വൽപാദാംബോരുഹ യുഗഗതാ നിശ്ചല ഭക്തി അസ്തു. അതിനനുഗ്രഹിക്കൂ. ജന്മാന്തരങ്ങളിലും അവിടുത്തെ പാദങ്ങളിൽ അചഞ്ചലമായ പ്രേമഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കൂ എന്നാ ഭക്തൻ പറയാം. നോക്കൂ, ഭാഗവതം ഇത്തരം ഭക്തിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. അജ്ഞഭക്തിയല്ല, പ്രാകൃത ഭക്തിയല്ല, സാമാന്യ ഭക്തിയല്ല. സാമാന്യ ഭക്തിക്കൊക്കെ സ്ഥാനമുണ്ട് ഇതിൽ, സാധക ഭക്തിക്കൊക്കെ ഇതിൽ അതിനൊക്കെ സ്ഥാനമുണ്ട്. പക്ഷേ ഈ ഉത്തമ ഭക്തരെയാണ് നമ്മളെ മുമ്പിൽ വരച്ച് കാണിക്കണം അർത്ഥം. ഈ ഭക്തനൊന്നും വേണ്ട, ആ ഭക്തന്റെ മുക്തി ഭഗവാന്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഭഗവാനെ ഭജിക്കുന്ന ആ ഭക്തന് മുക്തി കിട്ടുമല്ലയോ? ഭഗവാൻ പറയണു കപിലോപദേശത്തിൽ അമ്മയോട്, ദേവഭൂതിയോട് പറയും അമ്മേ, അങ്ങനെ എന്നെ സർവാത്മന ഭജിക്കുന്ന ആ ഭക്തന്റെ എല്ലാം ഭഗവാൻ ഏറ്റെടുത്ത് നടത്തി. ഭക്തന് മുക്തി വേണ്ട, പക്ഷേ ആ ഭക്തന് ഭഗവാൻ ഭുക്തിയും മുക്തിയും അതിലപ്പുറത്ത് എന്തൊക്കെ വേണോ എല്ലാം ഭഗവാൻ വാരി വർഷിക്കും. അതാ ഭഗവാന്റെ ഉത്തരവാദിത്വമായി. അപ്പൊ മുക്തിയെ ദാസിയാക്കി കൊടുത്തു. പോരാ, ജ്ഞാനവൈരാഗ്യകാവ് രണ്ട് കുട്ടികളായിട്ട് ഈ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും നിന്നു. അവരാണിപ്പോൾ വയസ്സായി ജരാനര ബാധിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവഗണിക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കണത്. നോക്കൂ, അപ്പം എന്താ? ഭക്തിയാണ് അമ്മ. നോക്കൂ, ഭാഗവതത്തിന്റെ സവിശേഷത സിദ്ധാന്തപരമായിട്ട് ബ്രഹ്മസൂത്രത്തിന്റെ സിദ്ധാന്തം തന്നെയാണ് ഭാഗവതത്തിന്റെ. ജീവബ്രഹ്മൈക്യം, ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, മുക്തി തന്നെ, യാതൊരു വ്യത്യാസമില്ല. വേദാന്ത ശാസ്ത്രത്തിലത്തെ അതേ സിദ്ധാന്തമാണ്. പക്ഷേ മാർഗത്തിൽ വ്യത്യാസം അല്ലേ? അവിടെ എന്താ? ആ പരമപ്രേമത്തിൻ്റെ മാർഗമാണെന്നർത്ഥം, ഹൃദയത്തിൻ്റെ മാർഗമാണ്. ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് സ്ഥാനമുണ്ട്, പക്ഷേ പ്രാധാന്യം മുഖ്യം ഭക്തിക്കാം. അപ്പോൾ ഭക്തിയെ ഭഗവാൻ തൻ്റെ പ്രാണവല്ലഭയാക്കി. ആ ഭക്തിക്ക് ദാസിയായി മുക്തിയെ കൊടുത്തു, മക്കളായിട്ട് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കൊടുത്തു. എന്നിട്ടോ ഭൂമിയിലേക്ക് ഭൂമൗ ഭക്തവിപോഷായ, ഭൂമിയിൽ തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഭൂമിയിൽ നീ വന്നേക്കണേ പറയുക ഭക്തിദേവിയോട്. അപ്പം നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇത്രയും ഭഗവാന് പ്രിയപ്പെട്ടവളല്ലേ നീയെ? എന്നിട്ടല്ലേ ഭഗവാൻ ഇങ്ങനെയൊക്കെ നിനക്ക് ദാസിയെയും മക്കളെയൊക്കെ തന്ന് അയച്ചേക്കണത്? ഇപ്പോഴത്തെ സ്ഥിതി എന്തായി? മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ ഗതാഭുവി കൃതാദിദ്വാപരസ്യാന്തം മഹാ ആനന്ദേന സംസ്ഥിത. ഈ കലിയുഗം വരെ കഴിഞ്ഞ 3 യുഗങ്ങളിലും നീ മുക്തിയാവുന്ന ദാസിയോടും ജ്ഞാന വൈരാഗ്യങ്ങളാവുന്ന മക്കളോടും കൂടി പരമാനന്ദത്തോടുകൂടി ഈ ലോകത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞു. പക്ഷേ കലിയുഗം വന്നപ്പോൾ എന്തായി? കലൗ മുക്തിം ക്ഷയം പ്രാപ്ത. കലികാലത്തിൽ മുക്തിക്ക് എന്തു വന്നു? നാശം നേരിട്ടു. എന്നെന്താ? കലികാലത്തിൽ മുക്തരാവണത് കുറവ് ആൾക്കാർ. എന്താ കാരണം? ആൾക്കാർക്ക് മുക്തി വേണമെന്ന് മോഹമേ ഇല്ല. പിന്നെയോ ശക്തിയാണ്, വിഷയങ്ങളിൽ ആസക്തിയാണ് അർത്ഥം. വിഷയ ആശ കൊണ്ട് കണ്ണു കാണാത്തവരായിരുന്നു ജനങ്ങൾ. അവനെങ്ങനെയാണ് മുക്തി കിട്ടുക? അതിനെന്താ കാരണം? ഒന്നാമത് ശാസ്ത്രം ഒന്നും വേണ്ട പോലെ പഠിക്കണില്ല, വൈദിക ശാസ്ത്രങ്ങളെ. പാഖണ്ഡാമയ പീഡിത രോഗങ്ങൾ വന്നു. എന്തായി രോഗം? ആമയിച്ച രോഗം, പാഖണ്ഡം. പാഖണ്ഡമതം എന്ന് പറഞ്ഞാൽ എന്താ? വേദവിരുദ്ധ സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുന്ന ശാസ്ത്രങ്ങൾ. അതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. കലികാലത്തിൽ ഇത് ജാസ്തിയാണ്. ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് വഴികളും നമ്മളെ വഴിതെറ്റിക്കുന്ന കാലഘട്ടം അത്. പക്ഷേ നമ്മളറിയാണ്ട് ഓരോന്നിൽ പോയി ചാടും. നമ്മൾ അന്വേഷിക്കണില്ല ഇവരുടെ പൂർവ പരമ്പര ഏതാണ്, ഇവരുടെ ആചാര്യ പരമ്പര ഏതാണ്, ഇവർ പിന്തുടരുന്ന ശാസ്ത്രം ഏതാണ്. ഇത് വ്യാസമഹർഷിയോ നാരായണ ഭഗവാനും വ്യാസമഹർഷിയോ അല്ലെങ്കിൽ സദാശിവ സമാരംഭം എന്നുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ട് കൈകാര്യം ചെയ്തും അവർ ശിഷ്യപ്രശിഷ്യ പരമ്പരയാ പഠിപ്പിച്ചതുമായ നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളാണോ? അതാണോ ഇവർക്ക് പ്രമാണം?
പലപ്പോഴും അല്ല, പലർക്കും ഞാൻ നിങ്ങളൊക്കെ രക്ഷിക്കാൻ വന്നിരിക്കുക പുതിയ അവതാരപുരുഷനാ. അവരാണ് ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളാണ് ലോകത്തിന് അവർക്കടെ. പിന്നെ അങ്ങനെ ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടാവും ലോകത്തിലേ. അതൊക്കെ പാഖണ്ഡമതമാണെന്നർത്ഥം. കൃഷ്ണഭഗവാൻ പോലും എന്താ പറഞ്ഞത്? ഈ ഭഗവാൻ തന്നെ അർജുനനോട് ഗീത ഉപദേശിക്കുമ്പോൾ പറയാം, അർജുന, ഞാൻ പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിക്കേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൂർവന്മാർ പറഞ്ഞതാണ് ഞാൻ നിന്നോട് പറയണത്, അതാണ് ശരിയായ മാർഗം. ഇരുശുശ്രമപൂർവേഷാം യോനസ്തത് വ്യാജചക്ഷിരേ. ഉപനിഷത്തിൽ ഋഷി പറയാണ് ശിഷ്യന്മാരോട്, എൻ്റെ പൂർവന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതാ നിങ്ങളോട് പറയണത്. നമ്മളൊക്കെ ഒരു ഫോൺ ഈ മൈക്ക് മാത്രം. ഇതൊക്കെ പൂർവന്മാർ പണ്ടേ പറഞ്ഞതാ. പുതിയ ഗുരുദേവൻ പറഞ്ഞില്ലേ ചിന്മയാന സ്വാമിജി, ഇറ്റ് ഈസ് നോട്ട് ചിന്മയ മെത്തേഡ്, ഡോണ്ട് തിങ്ക് ചിന്മയാൻ വന്നിട്ട് പുതിയൊരു കാര്യം നിങ്ങളോട് പറയുകയാണെന്ന്. അല്ലല്ല, പഴയ വീഞ്ഞിനെ പുതിയ ബോട്ടിലിൽ മട്ടും ഭാവമൊക്കെ മാറ്റിയിട്ട് പുതിയ ലേബലൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവൂലേ, അത്രയേ ഉള്ളൂ. കാലാനുസൃതമായിട്ട് ആ പൂർവ്വ ഋഷീശ്വരന്മാർ പറഞ്ഞ ആശയത്തെ, ആ അറിവിനെ കാലദേശാങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക. ഇതാണ് ഓരോ മഹാപുരുഷന്മാർ ഇവിടെ ചെയ്തിട്ടുള്ളൂ, സമ്പ്രദായത്തിൽ വന്നവര്. അല്ലാത്ത ഓരോ അസമ്പ്രദായ വിത്തുകളോ അവരവരുടേതായ സമ്പ്രദായം ഉണ്ടാക്കും. അവർക്ക് ഗുരുവില്ല, ഗുരു വേണ്ട, ഞാൻ തന്നെ ഗുരു, ഞാൻ തന്നെ ഈശ്വരൻ, ഇങ്ങനെ പറഞ്ഞ് നടക്കും. ഇതൊക്കെ പാഖണ്ഡമാണെന്നർത്ഥം. ഈ പാഖണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. ആ വഴിയിലൂടെ പോയതാ. ഭക്തിക്ക് സ്ഥാനമില്ല, നാമജപത്തിന് സ്ഥാനമില്ല, അമ്പലം വേണ്ട, സഗുണ ഭക്തി വേണ്ട, സഗുണ ആരാധന വേണ്ട, ഉപാസന വേണ്ട. ഇങ്ങനെ എവിടെയോ വൈകുണ്ഠം പ്രാപിച്ചിരിക്കുക. വൈകുണ്ഠത്തിലേക്ക് പോയി, തിരിച്ചുപോയി, വന്നിടത്തേക്ക് തിരിച്ചുപോയി. ത്വദാജ്ഞയാ ഗതാ ശീഘ്രം. അപ്പം ഭക്തി ദേവി, നാരദ മഹർഷി പറയാ, ദേവിയല്ലേ ആ തോഴിയായ മുക്ക് വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ നിന്നിട്ട് കാര്യം, നിനക്ക് എന്താ പറയാ, അൺഎംപ്ലോയിഡാ, മുക്തി അൺഎംപ്ലോയിഡാ, ജോലിയൊന്നുമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ പോയിക്കോളൂ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ മുക്തി വൈകുണ്ഠത്തിൽ സ്വസ്ഥായിട്ടിരിക്കാൻ അർത്ഥം. സ്മൃതാ ത്വയാഭിജാത്രൈവ മുക്തി ആയാതി യാതിജ പുത്രീകൃത്യ ത്വയേമൗജ പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. ഇപ്പം എന്താ സ്ഥിതി? നീ എപ്പോൾ സ്മരിച്ചാൽ മതി, നീ ഒന്ന് ഓർത്താൽ മതി, ഇതാ ഇവിടെ ഒരു ഭക്തനുണ്ട്, ഈ ഭക്തനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ മതി. സ്മരിക്കുമ്പോഴേക്കും മുക്തി വന്ന് ആ ഭക്തനെ അനുഗ്രഹിച്ചിട്ട് പോവാത്രേ. എന്ത് പറഞ്ഞതർത്ഥം? ഭക്തി ഉണ്ടായാൽ മുക്തി അനായാസേന വരുന്നർത്ഥം. ഭക്തിയുടെ പിന്നാലെ നിഴല് പോലെ മുക്തി വരുന്ന. ഭക്തി ഇല്ലാതെ മുക്തി ഒട്ട് സ്വപ്നം കാണും വേണ്ട. ഇതാണ് ഭാഗവത സിദ്ധാന്തം. ജ്ഞാനമോ ഒക്കെ വന്നോളും. അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ കുട്ടികളുണ്ടാവുക. ഭക്തിയാവുന്ന അമ്മയില്ലെങ്കിൽ ജ്ഞാനം വൈരാഗ്യമൊക്കെ ഉണ്ടാവാൻ പറ്റുമോ? ഉണ്ടാവാൻ പറ്റില്ല എന്നർത്ഥം. സ്വസ്യൈവ രക്ഷണവും, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ കുട്ടികളെ ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? ഉപേക്ഷാത കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തഥാപി ചിന്താമുഞ്ചത്വം ഉപായം ചിന്തയാമിഹം. കലികാലത്തിൽ എന്ത് സംഭവിച്ചു? ഉപേക്ഷാത, ഇവരുടെ നേരെ ഉപേക്ഷ വെച്ച് വെക്കുക എല്ലാവരും അല്ലേ? ആർക്കെങ്കിലും ഈ വിരക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമുണ്ടോ? അയ്യേ, വിരക്തി ഒന്നും കേൾക്കാൻ പാടില്ല അല്ലേ? വൈരാഗ്യം, വിരക്തി, അനാസക്തി. ആസക്തിയിൽ പിന്നെ എന്താ എൻജോയ്മെൻ്റ് ഉള്ളത്? ശരിയല്ലേ? ഉപേക്ഷാത, വിരക്തിയെ ഉപേക്ഷിച്ചു. അവരോടുള്ള ഉപേക്ഷ കാരണം. ജ്ഞാനത്തിനോടും, ആത്മജ്ഞാനം നമുക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിലൊന്നും താല്പര്യമില്ല, കുറവ് ആൾക്കാർക്കുള്ളൂ നത്തം. അതുകൊണ്ട് എന്തായി? തവ സുതവും, നിന്റെ രണ്ട് മക്കളും ആൾക്കാരെ അവരെ ഉപേക്ഷിച്ചതുകൊണ്ട്, അവരോട് ആദരവോ ബഹുമാനമോ ഒന്നും പുലർത്താത്തത് കൊണ്ട്, അവരെ ആവശ്യമില്ലാത്തതുകൊണ്ട്, മന്ദവും, മന്ദന്മാരായി, ആലസ്യം ബാധിച്ചവരായി, വൃദ്ധവും, വൃദ്ധന്മാരുമായി. അതാണ് ഇപ്പോൾ ഇവരിങ്ങനെ ഇതാവാൻ ഇടയായത്. പക്ഷേ അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട. തഥാപി ചിന്താമുഞ്ച മാമുഞ്ച, എങ്കിലും നീ ഇവരെ ഓർത്താൻ എന്താ വഴി? ഇവർക്ക് എൻ്റെ കുട്ടികൾ ഇങ്ങനെയായാലോ, ഞങ്ങൾ 3 പേരും യുവാക്കളായി സഞ്ചരിച്ചിട്ട് ഇപ്പം അമ്മ മാത്രം യുവതിയായി, മക്കളൊക്കെ വൃദ്ധന്മാരായി ജരാനര ബാധിച്ച് ബോധമില്ലാണ്ട് കിടക്കണമല്ലോ, ഇനി ഇവരെ ഉണർത്താൻ എന്താ വഴി എന്നൊക്കെ വിചാരിച്ച് നീ വിഷമിക്കണ്ട കേട്ടോ. ആ വിചാരം മനസ്സിൽ നിന്ന് വിട്ടോളൂ. ഉപായം ചിന്തയാമി, ഇവരെ പോഷിപ്പിക്കാൻ, ഇവരെ ഉണർത്താൻ, ഇവരെ യവനയുക്തരാക്കാനുള്ള മാർഗം എന്താന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭക്തിയെ സന്തോഷിപ്പിച്ചു, അഥവാ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുക, ഇനിയും ഭക്തിയുടെ മഹിമ പറയാം. അങ്ങനെയാണല്ലോ, ഒന്ന് കേൾക്കുമ്പോഴല്ലേ നമ്മുടെ കേമത്വം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഇങ്ങനെ ഭക്തിയുടെ കേമത്വം തന്നെ ഭക്തി ദേവിയോട് ഇങ്ങനെ പറയാം. കലിനാ സദൃശക്കോപി യുഗോ നാസ്തി വരാനനേ. ദേവിക്കറിയോ ഈ യുഗം 4ലും നല്ലു കലിയുഗം എന്നാ.
എളുതേ തന്നെ മുക്തി വരുത്താനായി. എളുപ്പത്തിൽ മുക്തി വരാൻ പറ്റിയ യുഗമേതാ? കലികാലമാണ് പൂന്താനും ജ്ഞാനപ്പാനെ പറയണ്ട അല്ലേ. ഇവിടെ പറയണു വരാനനേ ഏ സുന്ദരി കലിനഹ സദൃശ. ഈ കലിയുഗത്തിന് തുല്യമായിട്ട് കോപിയുഗാനാസ്തി, വേറൊരു യുഗല്യ. നമ്മൾ വിചാരിക്കും കൃതയുഗമാണ് ശ്രേഷ്ഠമെന്ന്. കലിയുഗം ഇങ്ങനെ എല്ലാ വേണ്ടാതരങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉള്ള ഈ കലിയുഗത്തിൽ എന്നാ വിചാരിക്കണ്ടേ, കലിയുഗമാണ് അത്ര ഏറ്റവും ശ്രേഷ്ഠം മുക്തി വരുത്താൻ. മറ്റുള്ള യുഗങ്ങളിലെ കഷ്ടപ്പാടൊന്നും ഈ കലിയുഗത്തിലില്ലേ. തപസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ലേ. അതുകൊണ്ട് കലിക്ക് തുല്യം വേറൊരു യുഗമില്ല. അതുകൊണ്ട് തസ്മിൻ ഈ കലിയുഗത്തില് ത്വാം നിന്നെ സ്ഥാപയിഷ്യാമി, ഞാൻ നിന്നെ പ്രതിഷ്ഠിക്കാൻ പോവാന്ന്. എവിടെ പ്രതിഷ്ഠിക്കുക? ജനേ ജനേ ഗേഹേ ഗേഹേ, ഓരോ മനുഷ്യ മനസ്സിലും നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കും. ഓരോ വീട്ടിലും ഗൃഹങ്ങളിലും നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കും. ഗൃഹങ്ങളൊക്കെ ഭക്തന്മാരുള്ള വീടുകളാക്കും. ഓരോരുത്തരുടെ മനസ്സിലും ഭഗവത് പ്രേമം വളർത്താനുള്ള മാർഗം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നീ പരിഭ്രമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. അന്യധർമാൻ തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാനാഹം ഹരേർ ദാസഃ ലോകേ ത്വാം ന പ്രവർത്തയേ. പറയണു മറ്റ് ധർമാനുഷ്ഠാനങ്ങളൊന്നും ഇല്ലെങ്കിലും വിരോധമില്ല. അതിനൊക്കെ വേണ്ട പോലെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വിരോധമില്ല. ഭഗവാനെ ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങൾ, ഭഗവത് കഥാശ്രവണം, തിരുനാമജപം, ഭഗവാന്റെ പുണ്യക്ഷേത്രങ്ങൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക, ഭഗവാന്റെ ഉത്സവാദികൾ കൊണ്ടാടുക, ഗീതം, ഭഗവാന്റെ സ്തുതികൾ പാടുക, നൃത്താദികൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എളുപ്പത്തിൽ ഭക്തി ഉണ്ടാകും. ഇതിലൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയം തോറും ഓരോ വീട്ടുതോറും നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കും. അങ്ങനെ ഭക്തിയെ ഞാൻ പ്രചരിപ്പിക്കും. അതിന് സാധിച്ചില്ലെങ്കിലോ അന്ന് മുതൽ ഞാൻ നാഹം ഹരേർദാസഃ, ഞാൻ ഹരിദാസൻ എന്ന് എല്ലാവരും എനിക്കൊരു ടൈറ്റിൽ തന്നിട്ടുണ്ടല്ലോ. ഭാരതരത്ന കൊടുക്കണ മതി. ഹരിദാസ ശിരോമണി എന്നാണ്. ആരുടെ പേര്? ശ്രീനാരദന്റെ. ഞാൻ ഈ ബഹുമതി അന്ന് ഉപേക്ഷിച്ചോളാം, ഞാൻ ഹരിദാസനാണെന്നും പറഞ്ഞ് നടക്കില്ല. ഇത്രയാണ് ധൈര്യം കൊടുക്കണം, ഉറപ്പ് കൊടുക്കണം ദേവിക്ക് നത്തം. അതുകൊണ്ട് ഭഗവത് ഭക്തിയെ പ്രചരിപ്പിക്കലാണ് നാരദ മഹർഷിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ ജനങ്ങളുടെ മനസ്സിലും നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കും. നീ അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട. ഇപ്പം ഭക്തിക്ക് സന്തോഷം ഉണ്ടാവില്ലേ. മാത്രമല്ല ത്വതന്വിതാശ്ച യേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയ കൃഷ്ണമന്ദിരം. ഈ കലികാലത്തിലുള്ള ആളുകൾ, ജീവന്മാര് ഭക്തിയുള്ളവരാണെങ്കിൽ അവരെത്രയൊക്കെ തന്നെ പാപം ചെയ്തിട്ടുണ്ടാവട്ടെ, അറിഞ്ഞോ അറിയാണ്ടോ, അവർക്കൊരു ഭയവും വേണ്ട യമനെ എന്നർത്ഥം. അവരെളുപ്പത്തിൽ ഭഗവത് മന്ദിരം വൈകുണ്ഠം പ്രാപിക്കും. നിർഭയാഹ കൃഷ്ണമന്ദിരം ഗമിഷ്യന്തി, യാതൊരു ഭയവും കൂടാതെ, കാലനെയോ മൃത്യുവിനൊന്നും ഭയപ്പെടാതെ ശ്രീകൃഷ്ണ മന്ദിരം, ഭഗവത് മന്ദിരേതാ വൈകുണ്ഠം പ്രാപിക്കും. പാപിനോപി, അവർ പാപം ചെയ്തവരാവാം, പക്ഷേ ഭക്തിയുണ്ടോ, ആ പാപത്തെ മുഴുവൻ ഭക്തി ഇല്ലാണ്ടാക്കി തീർക്കും. ഇത്രയാണ് ഭക്തിയുടെ മഹിമ. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി നദേ പശ്യന്തി കീനാശം സ്വപ്നേപി അമലമൂർത്തയഃ. ആരുടെ മനസ്സിലാണോ ഭഗവാനെക്കുറിച്ച് പരമപ്രേമമുള്ളത്, ആ പ്രേമം കൊണ്ട് ഭഗവാനെ സ്മരിക്കുമ്പോഴോ കീർത്തിക്കുമ്പോഴോ കണ്ടം ഗദ്ഗതമാവുകയും ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുകയും ആനന്ദ കണ്ണീര് വിടുമൊക്കെ ചെയ്യുന്ന ആ ഭക്തി ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത്, ആ മനസ്സ് അനായാസേന പരിശുദ്ധമാകും. അങ്ങനെയുള്ള ആ ഭക്തന് സ്വപ്നത്തിൽ പോലും കീനാശം ന പശ്യന്തി, കീനാശുദ്ധ യമനെ കാണേണ്ടി വരില്ല, മരണഭയം ഉണ്ടാവില്ല. പിന്നെയോ അവരെല്ലാവരും നിർമ്മല അമലമൂർത്തയ പരിശുദ്ധാത്മാക്കളായി ഭക്തി കൊണ്ട് പരിശുദ്ധരാകും എല്ലാവരും വേഗം. അങ്ങനെ ഭക്തി കൊണ്ട് പരിശുദ്ധരായ അവർക്ക് എത്ര പാപം ഉണ്ടാവട്ടെ, അവർക്ക് യമനെ കാണേണ്ടതെന്ന് മാത്രമല്ല, അവർക്ക് എളുപ്പത്തിൽ വൈകുണ്ഠത്തിലാണ് എത്തിച്ചേരുക. ന പ്രേതോ ന പിശാചോ വാ ന രാക്ഷസോ വാ അസുരോപി വാ ഭക്തിയുക്ത മനസ്കാനാം സ്പർശനേ ന പ്രഭുർഭവേത്. ആർക്കാണോ ഭക്തിയുള്ളത്, ഇപ്രകാരമുള്ള പ്രേമഭക്തി ആരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നുണ്ടോ അവരെ സ്പർശിക്കാൻ ഈ ലോകത്തിലെ ഒരു ഈവിൾ സ്പിരിറ്റിനും ആവില്ല എന്നർത്ഥം. അതാണ് ഭൂതം, പ്രേതം, പിശാച്, അസുരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈവിൾ സ്പിരിറ്റുകളാണ്. ഇവർക്ക് ആർക്കും തന്നെ ഈ ഭക്തനെ നോക്കാൻ പോലും ധൈര്യമില്ല, പിന്നെ വേണ്ട സ്പർശിക്കാൻ. ഇതാണ് ഭക്തി മഹിമ. ന തപോഭിഹി ന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യതേ ഭക്തിയാ പ്രമാണം തത്ര ഗോപികാഹം. എന്തൊക്കെയാ
അനുഷ്ഠാനങ്ങൾ ആൾക്കാരെ ഭഗവാനെ കിട്ടാൻ വേണ്ടി മുക്തിക്ക് വേണ്ടി ചെയ്യുക. തപസ് ചെയ്യുന്നു, വേദങ്ങൾ പഠിക്കുന്നു, ജ്ഞാനശാസ്ത്രങ്ങൾ പഠിക്കുന്നു, അഭ്യസിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇതുകൊണ്ടൊക്കെ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്തി കൊണ്ടാണ് ഭഗവാനെ പ്രസാദിക്കുള്ളൂ എന്നർത്ഥം. ആ ഭഗവത് പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ മോക്ഷം ഒരു വിഷയമല്ല, അത് അനായാസേന വരും. അപ്പം തപസ്സുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഹരിഹി സാധ്യതയെ, ഹരിയെ പ്രസാദിപ്പിക്കലാണ് എല്ലാ അനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം. ഭഗവത് പ്രീതിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ ലക്ഷ്യം. തപസ്സുകൊണ്ട് എന്തുണ്ടാവും? ഞാൻ വലിയ തപസ്സിയാണുള്ള അഹങ്കാരം ഉണ്ടാവാം അല്ലേ? ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് ശാസ്ത്രങ്ങളോട് ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ള അഭിമാനം ഉണ്ടാവാം അല്ലേ? ഞാൻ ധാരാളം സ്വകർമ്മങ്ങൾ ചെയ്ത ആളാ, ദാനധർമ്മങ്ങൾ ചെയ്ത ആളാ, ഞാൻ വലിയ ഫിലാന്ത്രോഫിസ്റ്റാണ് അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള അഭിമാനങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഭക്തി വന്നാൽ എല്ലാ അഭിമാനവും അലിഞ്ഞു പോവുക. ഭക്തിയും അഹങ്കാരവും ഒരുമിച്ചിരിക്കില്ല. ഭക്തൻ എപ്പോഴും വിനയാന്വിതനാണ് അർത്ഥം. അതാണ് രണ്ട് വലിയ വ്യത്യാസം. മറ്റനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ അഹങ്കാരത്തെ തൂവൽ ഉണ്ടാക്കി വയ്ക്കും, അതിനെ വളർത്താനിടയാക്കും. പക്ഷേ എന്ത് ചെയ്താലും തപസ് എന്താ? പഞ്ചാഗ്നി മധ്യ തപസ്സുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ടതായിരിക്കേ. വൃന്ദാവനത്തിൽ പോയ സമയത്ത് അയ്യോ എന്താ ഏപ്രിൽ മാസത്തിലെ ചൂടവിടെ. ആ ചൂടത്ത് ചുറ്റും തീയിട്ടിട്ട് മുകളിൽ സ്കോർച്ചിങ് സൺ, അത്ര ചൂടുള്ള സൂര്യൻ, ചുറ്റും തീയിട്ടിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ അതിനടുക്ക് ഇങ്ങനെ ഇരിക്കുക കണ്ണടച്ചിട്ട്, ആ ചൂട് മുഴുവൻ തകിച്ചുകൊണ്ട് ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ട്. ഇതൊരു തരം തപസ്സാ, അതായത് പഞ്ചാഗ്നി. 4 ഭാഗത്തും തീയിടുക, മുകളിൽ അഗ്നിയത സൂര്യൻ. ഇങ്ങനെ. പിന്നെയോ നല്ല മരം പോലും കോച്ചും തണുപ്പ് കാലത്ത് കഴുത്ത് മുട്ട വെള്ളത്തിലിറങ്ങി നിൽക്കുക, എന്നിട്ട് തപസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെയോ വേദശാസ്ത്രങ്ങളുടെ അഭ്യാസനം, എത്രയോ കാലം വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക. വേദാന്തവാക്യ വിചാരജന്യ ജ്ഞാനമാണ് ജ്ഞാനം. വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ഗുരുനാഥൻ നിന്ന് പഠിച്ച് അതിന് മനനാദികളിലൂടെ ഞാൻ ആത്മാവാണ്, ബ്രഹ്മമാണെന്നൊക്കെ ബുദ്ധിപരമായി മനസ്സിലാക്കുക അർത്ഥം. കർമ്മം, ശ്രുതികളിലും സ്മൃതികളിലും പ്രതിപാദിച്ചിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ, യാഗങ്ങളോ യജ്ഞങ്ങളൊക്കെ, ഇതൊന്നും ഭഗവാനെ സന്തോഷിപ്പിക്കാനാവില്ല. ഭഗവാനെ സന്തോഷിപ്പിക്കലാണ് എന്തുകൊണ്ടും വേണ്ടത്. ഹരിപ്രസാദം, ഭഗവത് പ്രസാദം ഉണ്ടായാലേ രക്ഷയുള്ളൂ. ഇതിനെന്താ തെളിവെന്നാണെങ്കിലോ ഗോപികാഹ. ഇതിന് പ്രമാണം ഗോപിമാരാ. എന്താ? ഗോപിമാർ ചെയ്തത് മുഴുവനും ഭഗവാൻ കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവരുടെ ജീവിതം തന്നെ കൃഷ്ണന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അതെ, അവരെന്ത് ചെയ്യുമ്പോഴും കൃഷ്ണൻ സന്തോഷിക്കണം, കൃഷ്ണൻ സന്തോഷിക്കണം എന്നാണുള്ളൂ അവരുടെ വിചാരം. അവരെന്തുണ്ടാക്കണം കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? അതാണ്. നൃണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹിജായതേ കലൗ ഭക്തി ഭക്തിയാ കൃഷ്ണ പുരസ്ഥിതഃ. എന്നാ ഈ ഭക്തിയുടെ മഹിമ എന്താന്ന് ദേവി ഇനിയും കേട്ടോളൂ. ഭക്തിയാ കൃഷ്ണ പുരസ്ഥിതഃ. ഭക്തി ഒന്നുകൊണ്ട് ഭഗവാനെ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമായിട്ട് കാണാം, അനുഭവിക്കാം. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ മുമ്പിൽ വരും. കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, രാമനാണെങ്കിൽ രാമൻ. ഇതാണ് ഭക്തിയുടെ മഹാത്മ്യം. യോഗികൾക്കൊന്നും ഭഗവാനെ കാണാൻ പറ്റില്ല അങ്ങനെ. മറ്റാർക്കും സാധിക്കില്ല. ഭക്തന് മാത്രമാണ് ഈ അനുഭവം ഉണ്ടാവുക. അതുകൊണ്ട് കലവ് ഭക്തി. ഈ കലികാലത്തിൽ ഭക്തി ഒന്നു തന്നെയാണ് പ്രധാനമായിട്ടുള്ളതായ സാധന. എന്നാൽ ആ ഭക്തിയോടും ഭക്തി മാർഗത്തിലും ഭക്തി സാധനകളിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിലോ നൃണാം ജന്മസഹസ്രേണ. എല്ലാവർക്കും അതിൽ പ്രീതി ഉണ്ടാവണില്ല. ഓരോരുത്തരുടെ ടെമ്പറമെൻ്റ് ഓരോന്നല്ലേ, ഓരോ സംസ്കാരം. ചിലർക്ക് യോഗമാർഗ്ഗങ്ങളിലാണ്, ഓരോരുത്തർക്കും ഓരോ മാർഗ്ഗങ്ങളില്ല. ഈശ്വരനാമം ജപിക്കാനും ഈശ്വരകഥ പാടാനും ഈശ്വരകഥകൾ കേൾക്കാനും ഈശ്വരനെ ഇഷ്ടദേവതാരൂപേണ ഭജിക്കാനും ഒക്കെയുള്ള താല്പര്യം ആ ഭക്തി ഉണ്ടാവാനുള്ള മാർഗമാണ്. അത് സഹസ്രം ജന്മങ്ങളിൽ, 1000 ജന്മങ്ങളിൽ ചെയ്ത ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭക്തിയിൽ ജനങ്ങൾക്ക് രസം തോന്നുള്ളൂ, ആനന്ദം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. പക്ഷേ ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നാണ് ഉത്തമ സാധനം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് ഇത് ഭക്തിയെ സ്തുതിക്കുന്നു, ഭക്തിയുടെ സന്തോഷത്തിന് കാരണമാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രചോദനമാണ്. നമ്മളോട് പറയാ, നിങ്ങൾ ഈ വെറുതെ ഹെയർ സ്പ്ലിറ്റിംഗ് ആർഗ്യുമെന്റ് ചെയ്യാൻ പോണ്ട, മനസ്സിലായോ? നിങ്ങൾ വെറുതെ തലകുത്തി നിൽക്കണ്ട, വെറുതെ കഠിനമായ തപശ്ശേരികളും ചെയ്യണ്ട, ഈശ്വരനാമം ജപിക്കൂ, ഈശ്വരകഥകൾ പാടൂ, ഈശ്വരകഥകൾ കേൾക്കൂ, ഭാഗവതം വായിച്ചോളൂ. ഇതെല്ലാം ഒറ്റയടിക്ക് വരും ഭാഗവതം കൊണ്ട്. സജ്ജനങ്ങളെ സേവിക്കൂ, ആശ്രയിക്കൂ, ക്ഷേത്രദർശനം ചെയ്യൂ, ഇഷ്ടദേവതാരൂപേണ ഭഗവാനെ പൂജിക്കൂ.
ഇതൊക്കെ ചെയ്താൽ മതി. ഭക്തി ഉണ്ടായാൽ നിങ്ങൾക്ക് ഭഗവാൻ പ്രത്യക്ഷാവും. പിന്നെ എന്ത് വേണം? ഈ കലികാലത്തിൽ ഭക്തി പോലെ ഉത്തമ സാധനം വേറൊന്നില്ല. നമ്മുടെ സംശയം തീർത്തു തരിക, നമുക്ക് ഉറപ്പുണ്ടാക്കി തരിക. ആ ഭഗവത് ഭക്തിയിലും ഭക്തിമാർഗത്തിലും ഭക്തന്മാരിൽ നമുക്ക് പ്രീതിയും ആദരവും ഉണ്ടാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി പറയണു. അപ്പൊ നോക്കൂ, നമ്മൾ കണ്ടു അർത്ഥവാദം ഒന്ന് സ്തുതി രൂപത്തിലും ഒന്ന് നിന്ദാരൂപത്തിലുമാണ്. ഷഡ്വിധ ലംഘങ്ങൾ നമ്മൾ കണ്ടുല്ലോ. അപ്പോൾ ഭക്തിയുടെ മഹത്വം പറഞ്ഞു. ഇനിയോ ഭക്തി ഇല്ലാത്തവർക്കിടെയും ഭക്തരെയും ഭക്തിയെയും ദ്രോഹിക്കുന്നവരുടെയും ഗതി എന്താവുന്നു അതാണ് ഇനി പറയണത്. ഭക്തിദ്രോഹകരായേജ തേ ശ്രീതന്തി ജഗത്രയേ. ഭക്തിഹീനന്മാർക്കുണ്ടാവുന്ന അപകടങ്ങള്, കഷ്ടപ്പാടുകള്, ദോഷം ഉദാഹരണ സഹിതം എടുത്ത് കാണിക്കുക. അവർക്ക് 3 ലോകത്തിലും കഷ്ടം ഉണ്ടാവും, ക്ലേശം ഉണ്ടാവും, ദുരിതം ഉണ്ടാവും. എന്താ തെളിവ്? ദുർവാസ ദുഃഖമാവന്ന പുരാ ഭക്തി വിനിന്ദക. എന്തായി? ഈ ദുർവാസാവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? പണ്ട് പരമഭാഗവതനായ അംബരീഷ മഹാരാജാവ്, അദ്ദേഹം മഹാരാജാവാണ്. 7 വൻകരകളുടെയും ഏകാധിപനായ ചക്രവർത്തിയായിട്ടും അദ്ദേഹം ഈ പ്രപഞ്ചവും ഈ രാജകീയമായ സുഖസൗകര്യങ്ങളും എല്ലാം സ്വപ്ന സമാനമായി അത്ര വലിയ ചക്രവർത്തിയായിട്ടും സ്വയം ക്ഷേത്ര ദർശനം ചെയ്തും സ്വയം ഭഗവാനെ പൂജിച്ചും സ്വയം പുഷ്പം പൊട്ടിച്ചു കൊണ്ടെന്ന് ഭഗവാനെ അർച്ചന ചെയ്തും ഭഗവാന്റെ കഥകൾ മഹാത്മാക്കളെന്ന് കേട്ടും ഭക്തന്മാർക്ക് അവസരം കിട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തും തിരുനാമം ജപിച്ചും ഏകാദശിയാദി അനുഷ്ഠാനങ്ങളൊക്കെ മുറക്കി ചെയ്തുകൊണ്ടും ആ ഭഗവത് ഉപാസന ചെയ്തുകൊണ്ടിരുന്നു, കൃഷ്ണോപാസന ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആ മഹാത്മാവിനെ പരീക്ഷിക്കാൻ വേണ്ടി ദുർവാസസ് മഹർഷി പോയി ഇല്ലേ? അവസാനം എന്തായി? ഭക്തന് യാതൊരു കൂസലും ഉണ്ടായില്ല. ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ അയച്ച ചക്രം ദുർവാസാവിനെ ദഹിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു. 3 ലോകത്തിലും രക്ഷ കിട്ടാതെ വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ പോലും കൈയൊഴിഞ്ഞു. അഹം ഭക്തപരാധീന അസ്വതന്ത്രൈവദ്വിജ. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ ദുർവാസ മഹർഷേ. ഭക്തന്മാരുടെ മുമ്പിൽ ഞാൻ നിസ്സാരനായി പോവും, ഞാൻ ഭക്തദാസനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേ രക്ഷിക്കാൻ പറ്റില്ല. ചക്രം ഒന്ന് ഭക്തന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പം ഭക്തൻ പറഞ്ഞാലേ അങ്ങേക്ക് ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പോയിക്കോളൂ. ഭഗവാനെ പറ്റാണ്ടാണോ? വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാൻ സ്വന്തം ചക്രത്തിൽ നിന്ന് മോചനം കൊടുക്കാതെ നേരെ പറഞ്ഞയച്ചു. ഓ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ ഭൂമൻ യാഹി അംബരീക്ഷപദം. അംബരീഷന്റെ കാൽക്കൽ പോയി വീണ് മാപ്പ് പറഞ്ഞാൽ ചക്രം അങ്ങേ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് ദുർവാസാവിനെ പറഞ്ഞയച്ചില്ലേ? നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്ത പരമഭക്തനായ അംബരീഷനെ ദ്രോഹിക്കാൻ പുറപ്പെട്ട ദുർവാസാവ് മുനി അനുഭവിച്ച ക്ലേശങ്ങൾ ഒക്കെ നമുക്ക് ഭാഗവത്തിൽ കാണാം. പരമഭക്തനായ പ്രഹ്ലാദൻ എന്ത് തെറ്റ് ചെയ്തു? ഭഗവാന്റെ നാമം ജപിക്കുക, നാരായണ നാമം ജപിക്കുക മാത്രമേ ആ കുട്ടി ചെയ്തുള്ളൂ. അച്ഛനോടും അമ്മയോടും ഗുരുജനങ്ങളോടൊക്കെ ഈശ്വരബുദ്ധിയോടുള്ള സ്നേഹവും ബഹുമാനവും കാണിച്ച ആളാണ് കുട്ടിയാ. യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നാരായണ ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഹിരണ്യകശിപു. പക്ഷെ അത് എനിക്ക് പറ്റില്ല. കാരണം ആരാ? ഈ പ്രപഞ്ചമാവുന്ന വൃക്ഷത്തിന് നാരായ പേര്, അത് ഭഗവാനാണെന്ന് മനസ്സിലാക്കി പ്രഹ്ലാദൻ. പിന്നെ എങ്ങനെയാ ഭഗവാനെ ഭജിക്കാണ്ടിരിക്കും? തൻ്റെ സർവസ്വവും ഭഗവാനാണ്. തൻ്റെ അച്ഛനും അമ്മയും ബന്ധുവും ആത്മാവും സുഹൃത്തും എല്ലാം ഭഗവാനാണെന്ന് ആ കുട്ടിക്ക് ബോധ്യം വന്നു. അതാണ് കുട്ടികളെ പഠിപ്പിച്ചത്. നോക്കൂ, സ്വന്തം പത്നിയായ കയാധുവിനെ കൊണ്ട് വിഷം കൊടുപ്പിച്ചു. നല്ല പായസം ഉണ്ടാക്കിയിട്ട് അതിൽ വിഷം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരമ്മ ചെയ്യും? ഹിരണ്യകശിപു പറഞ്ഞു, നീ ആദ്യം എൻ്റെ ഭാര്യയായിട്ടാണ് പിന്നെ അവൻ്റെ അമ്മയെ കേട്ടോ. അതുകൊണ്ട് നീ ഭാര്യാധർമ്മം അനുഷ്ഠിക്കണമെന്ന്. മൂർത്തിയില്ലാതെ കയാറ് പല പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വിഷം ചേർത്തു. പ്രഹ്ലാദൻ ആ പാൽപ്പായസം എടുത്തപ്പോഴോ വൈകുണ്ഠമൂർത്തിയായ നാരായണൻ ആദിശേഷന്റെ പര്യങ്കത്തിൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിനെ കണ്ടു. അതെടുത്ത് അങ്ങോട്ട് കുടിച്ചു. പ്രഹ്ലാദന് വലുത് വരുമോ? അമൃത് കഴിച്ച മാതിരി. ഹിരണ്യകശിപുവിന് ഇത്രയൊക്കെ അധികാരം ഉണ്ടായിട്ട് ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ കുട്ടിയെ കൊല്ലാൻ പുറപ്പെട്ടിട്ടും ഹിരണ്യകശിപുവിന് സ്വസ്ഥതയുണ്ടായില്ല, സമാധാനം ഇല്ലാണ്ടാണ് ഹിരണ്യകശിപു കഴിഞ്ഞുകൂടിയത്. നൂനമേതത് വിരോധേന മൃത്യുർമേ ഭവിതാനവ. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ആർക്കും കിട്ടാത്ത വരങ്ങൾ വാങ്ങിയ ആളല്ലേ? മരിക്കാനുള്ള പഴുതൊക്കെ അടച്ചു വെച്ചുകൊണ്ട് വരം വാങ്ങിയ ഹിരണ്യകശിപു എപ്പോഴും മരണഭയം കൊണ്ട് ആർത്തനായിക്കൊണ്ടാണ് കഴിഞ്ഞതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവനെയൊക്കെ ദ്രോഹിച്ചതിൻ്റെ ഫലം ഇവനാവൂ എൻ്റെ അന്തകൻ, ഇവൻ കാരണമാവൂ എൻ്റെ മരണം ഉണ്ടാവുക. മരണഭയം വന്നവന് സമാധാനം ഉണ്ടോ? എന്ത് പണം ഉണ്ടായിട്ടും ഭോഗങ്ങൾ ഉണ്ടായിട്ടും എന്താ കാര്യം? ഇതായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ സ്ഥിതി. എത്ര ക്ലേശം അനുഭവിച്ചു പ്രഹ്ലാദനെ ദ്രോഹിച്ച ഹിരണ്യകശിപു. പരമഭാഗവതനായി 32 പല്ലിൻ്റെ ഇടയിൽ കടികൊള്ളാണ്ട് നാവ് കഴിഞ്ഞുകൂടും പോലെയാണ് ആ ലങ്കയിൽ
ദുഷ്ടനായ രാവണന്റെയും രാവണാദി രാക്ഷസന്മാരുടെ ഇടയിൽ രാമനാമം ജപിച്ചുകൊണ്ട് വിഭീഷണൻ കഴിഞ്ഞത്. ഹനുമാൻജി ലങ്കയിൽ ചെന്ന സമയത്ത് അതിന് വേഗം മനസ്സിലായി ഇത് ഭക്തന്റെ വീടാണ്. എന്താ? രാമനാമം അവിടെ നിന്ന് മുഴങ്ങണത്. അതാണ്. ആ ഭക്തനെ ദ്രോഹിക്കാൻ പരിശ്രമിച്ചു അല്ലേ? വിഭീഷണന്റെ വീടിന്റെ ചുമരിൽ മുഴുവൻ രാമ 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 എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ആര് പറഞ്ഞു? ഇതാ രാമഭക്തനാണ് അങ്ങയുടെ അനിയൻ. ഉടനെ ആളുമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് രാവണൻ വന്നു എന്നാണ്. എന്താ എഴുതിയിരിക്കണത്? എനിക്ക് ഏറ്റവും ആരാധ്യര്, അച്ഛന് തുല്യനല്ലേ ഏട്ടൻ, അമ്മ ഏടത്തിയമ്മ സാക്ഷാൽ അമ്മയ്ക്ക് തുല്യം. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരെയും മറക്കാണ്ട് ഞാൻ നിങ്ങളുടെ പേര് എഴുതിക്കുക. രാവണൻ എന്നുള്ള മണ്ടോദരിയുടെ അമ്മ, രാമ രാമ രാമാന്ന്. മനസ്സിലായോ? അപ്പൊ രാവണനെയും മണ്ടോദരിയും നിരന്തരം ഓർമ്മിക്കാൻ ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതി വെച്ചതാ. നോക്കൂ, അങ്ങനെ പോലും രാമനാമത്തെ നിരന്തരം ജപിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ചുമരിൽ പോലും എഴുതി വെച്ചുകൊണ്ടിരുന്നു. അത്രയും മഹാനായ അദ്ദേഹത്തിനെ ഇനി നിമിഷം നേരം ഇവിടെ നിന്നാൽ അല്ലേ നിന്റെ കഥ കഴിക്കും, പൊക്കോളൂ മറുപക്ഷത്തില് ശത്രുപക്ഷത്തില് എന്നൊരു ചന്ദ്രഹാസൃത് വെട്ടാൻ പുറപ്പെട്ടു. നല്ലത് പറഞ്ഞു കൊടുത്തേനാ. ശത്രുവല്ല, രാമൻ സാക്ഷാൽ ഭഗവാനാണ്. ആ രാമനെ ശരണമടയുന്നതുകൊണ്ട് അങ്ങേക്ക് മോക്ഷം കിട്ടും. രാമന്റെ പതിയെ കൊണ്ടുവച്ച് രാമനെ ശരണമടയൂ എന്ന് പറഞ്ഞതിന് ആ വിഭീഷണനെ വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ടു. ആ രാവണൻ എത്ര ക്ലേശം അനുഭവിച്ചു അല്ലേ? അപ്പൊ ഭക്തരെയോ ഭക്തിയെ ദ്രോഹിക്കുക വെച്ചാൽ ഭക്തിയുള്ളവരെ ദ്രോഹിക്കുക. അവർക്കൊക്കെ കഷ്ടം ക്ലേശല്ലേ ഉണ്ടായിട്ടുള്ളൂ. എത്രയൊക്കെ അധികാരമുള്ളവരവര്, എന്തൊക്കെ പണമുള്ളവരവര്, എന്തെല്ലാം ശക്തിയുള്ളവരവര്, ഭൗതികമായ ശക്തിയുള്ളവര്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാ. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ? ഭക്തിയെയും ഭക്തരെയും ദ്രോഹിച്ചു. എത്രയോ ദ്രോഹിച്ചതല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ഈ സമയത്തൊക്കെ ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരെ മുഴുവനും ദ്രോഹിക്കുകയാണ്. എന്തെല്ലാം പീഡനങ്ങളും കഷ്ടപ്പാടുകളും, അവർക്ക് എന്തെല്ലാം കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തു ഇല്ലേ? ഈ ഒരു വർഷമായപ്പോൾ ആ സമയമായപ്പോഴേക്കും കാണിച്ചു തരാൻ എന്താ? നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പകൽ പോലെ വിളിച്ചായിട്ടുള്ള ഭക്തദ്രോഹകര. ഭക്തിയെയും ഭക്തരെ ദ്രോഹിച്ച കലികാലത്തിലും ഏത് കാലത്തിലും അങ്ങനെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ടല്ലേ എന്ന്. ഇന്നും അന്നും എന്നും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മനസ്സിൽ തിരിച്ചറിഞ്ഞാൽ നല്ലത്. എന്നിട്ട് ഭഗവാനെ ആശ്രയിക്കാം. പാണ്ഡവരെ ദ്രോഹിച്ച ദുര്യോധനന്റെ സ്ഥിതി എന്തായി? ദുര്യോധനാദികള് ധർമ്മത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായവര്. അർദ്ധരാജ്യം വേണ്ട, 5 പേർക്ക് താമസിക്കാൻ 5 വീട് കിട്ടിയ ഒരു സന്തോഷം. വേണ്ട 5 വീട് വേണ്ട, 5 പേരും കൂടി ഒരു വീട്ടിൽ താമസിച്ചോളാം. 5 റൂം കിച്ചണിലുള്ള ഒരു ഫ്ലാറ്റ് കിട്ടിയാലും മതി, ഇന്നത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ. അത്ര പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലേ പാണ്ഡവര്? പക്ഷേ സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്നാ ദുര്യോധനൻ പറഞ്ഞല്ലേ? ആ ദുര്യോധനന് എന്തൊക്കെ ഉണ്ടായി, പക്ഷെ സ്വസ്ഥത ഉണ്ടായോ? സമാധാനം ഉണ്ടായോ? ഇതാണ്. അപ്പൊ ഭക്തിദ്രോഹകര ഏരത്തെ സീതന്തി ജഗത്രയെ. ഈ 3 ലോകത്തിലും ഏത് ലോകത്തിലായാലും ഭക്തിയെയും ഭക്തരെയും പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ദ്രോഹിക്കുന്നവർക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. അവർക്ക് എന്തെല്ലാം വൈഭവങ്ങൾ ഉണ്ടായാലും അവർക്ക് ക്ലേശം മാത്രമാണ് എന്ന് ദൃഷ്ടാന്തത്തോടുകൂടി പറഞ്ഞു. അതുകൊണ്ട് ദേവി അലം വ്രതൈഹി, ഇതുകൊണ്ട് നമ്മളെ സൂചിപ്പിക്കണം എന്താ? ഇത് ഭക്തിദേവിയോട് ഭാരത മഹർഷി പറഞ്ഞിട്ട് കൊല്ലത്രേ. എത്ര വർഷം മുമ്പ് നടന്നാലേ? കലിയുഗ ആരംഭത്തിലാ. ഇപ്പൊ നമ്മളിത് വായിക്കും കേൾക്കും ചെയ്യുമ്പോഴോ നമ്മളാൽ ഒരു ഭക്തനും ഒരു ദ്രോഹവും വരാൻ പാടില്ല, ഏർപ്പെടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ചെയ്താൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയണു, നിർത്തിവെക്കൂ നിങ്ങളുടെ യാഗവും യജ്ഞവും തീർത്ഥാടനവും ഒക്കെ, യോഗാനുഷ്ഠാനങ്ങളൊക്കെ അവിടെ നിർത്തിവെക്കൂ. ജ്ഞാനശാസ്ത്രങ്ങളുടെ പഠനവും പ്രചാരണവും ഒക്കെ നിർത്തിവെക്കൂ. ഭക്തി വളർത്തൂ, തിരുനാമം ജപിക്കൂ, ഭഗവത് കഥകൾ മഹാത്മാക്കളിൽ നിന്ന് കേൾക്കൂ. ഭക്തിരേകൈവ മുക്തിദ. അലം വ്രതൈഹി അലം തീർത്ഥൈഹി അലം യോഗൈഹി അലം മഖൈഹി അലം ജ്ഞാനകഥാലാഭൈഹി. ഭക്തി ഏകൈവ മുക്തിദ. വ്രതാനുഷ്ഠാനങ്ങൾ, ഏകാദശിയാദി വ്രതാനുഷ്ഠാനം പല അത് സാധാരണ എത്രയുണ്ട്. കൃച്ഛം ചാന്ദ്രായണം മുതലായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങൾ വേറെയുണ്ട്. തീർത്ഥാടനം, തീർത്ഥസ്ഥലങ്ങളിൽ പോയി കുളിക്കല്, യോഗാഭ്യാസങ്ങള്, യാഗയജ്ഞങ്ങൾ ചെയ്യല്, ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, ഭക്തിയില്ലാതെ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കേട്ടോ. ശാസ്ത്രങ്ങൾ പഠിക്കണം തെറ്റല്ല. ഭക്തിയില്ലാതെ ഭക്തിയെ നിന്ദിച്ചുകൊണ്ടും ദുഷിച്ചുകൊണ്ടും വെറുതെ ആത്മജ്ഞാനത്തിന് വേണ്ടി ശാസ്ത്രഗർത്തങ്ങൾ പോറും കയറി മറിയാന്നാണ് എഴുത്തച്ഛൻ കളിയാക്കി പറയണത്. ഗർത്തം വെച്ചാൽ വലിയ വലിയ കുഴികളാ. ആ കുഴികളിൽ പോയി ചാടുക. അതൊന്നും ആവശ്യമില്ല ഈ കലികാലത്തിൽ. അതിനൊക്കെ വിട്ടുകളയാം. ഭക്തി രേഖൈവ മുക്തിത. ഭക്തി ഒന്ന് തന്നെ
നിങ്ങൾക്ക് മുക്തിയെ സാധിപ്പിക്കും. മുക്തി മാത്രമല്ല, ഭുക്തിയും എല്ലാം കിട്ടും ഭക്തന്. ഇങ്ങനെ നാരദ മഹർഷി ഭക്തിദേവിയോട് ഭക്തിയുടെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോഴോ സ്വമാഹാത്മ്യം നിശമ്യ, സ്വന്തം മാഹാത്മ്യത്തെ, സ്വന്തം മഹിമയെക്കുറിച്ച്, അതും ഭാഗവതോത്തമനായ നാരദ മഹർഷിയുടെ മുഖത്തു നിന്ന് ഭക്തി തൻ്റെ മാഹാത്മ്യം ഇങ്ങനെ കേട്ട സമയത്ത് സർവാംഗ പുഷ്ടി സംയുക്ത, ദേവിയുടെ എല്ലാ ക്ലേശവും പോയിന്ന് മാത്രമല്ല എന്തെന്നില്ലാത്ത സന്തോഷം ദേവിക്കുണ്ടായി നാം. എന്നിട്ട് നാരദനോട് പറഞ്ഞു, അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിത് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. ആശ്ചര്യം, ആശ്ചര്യം ശ്രീ നാരദ മഹർഷയെ, ഇത്രയൊക്കെ ഭക്തിയുള്ള അങ്ങയെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലോ. അങ്ങയുടെ മനസ്സിൽ ഭക്തിയെക്കുറിച്ച് ഇത്രത്തോളം പ്രീതിയുണ്ടല്ലോ, എൻ്റെ പേരിൽ ഇത്രയും ഇളക്കമില്ലാത്ത പ്രേമം അങ്ങേക്കുണ്ടല്ലോ, ഭക്തിയെക്കുറിച്ച് ഇത്രയും ബഹുമാനമുണ്ടല്ലോ. അതുകൊണ്ടോ ഞാൻ ഒരു കാലത്തും കഥാചിത് ഒരിക്കലും ഞാൻ അങ്ങേ വിമുഞ്ചാമി, അങ്ങേ വിടില്ല. മാത്രമല്ല ചിത്തേ സ്ഥാസ്യാമി സർവദ, അങ്ങയുടെ മനസ്സിൽ ഞാൻ എപ്പോഴും സ്ഥിരവാസം ചെയ്തോളാം. എന്താ ഇതിൻ്റെ അർത്ഥം? ഭക്തിയെക്കുറിച്ച് ആരാര് പറയണോ, ഭക്തിയെക്കുറിച്ച് ഭക്തന്മാർക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് അവരോട് ഭക്തി ദേവിക്ക് അങ്ങേറ്റം പ്രിയം ഉണ്ടാവും, പ്രേമുണ്ടാവും, ബഹുമാനം ഉണ്ടാവും. അങ്ങനെയോ ആ ഭഗവാന്റെ കഥകൾ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ആളുകളുടെ മനസ്സിൽ ഭക്തിദേവി വിട്ടുപിരിയാതെ സ്ഥിരവാസം ചെയ്യുന്നു. അതാണ് നമുക്കുള്ള ലാഭം. ഭഗവാനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും പറയാനുള്ള ലാഭം എന്താ? ആ ഭക്തിക്ക് നമ്മളോട് പ്രീതി തോന്നിയിട്ട് ഇവൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കണം എന്ന് തോന്നിയാൽ രക്ഷപ്പെടില്ലേ നമ്മൾ? അതാ നാരദനോട് അങ്ങനെ പറഞ്ഞത് നമ്മളോട് ഓരോരുത്തരോടും പറയും, ഭഗവാനെക്കുറിച്ച് പറയണം, ഭഗവാനെക്കുറിച്ചാണ് കീർത്തിക്കേണ്ടതും പറയേണ്ടതും. എന്നെ കഥാചിത് വിമുഞ്ചാമി, ഞാൻ അങ്ങേ പിരിയില്ല, ഒരു കാലത്ത് അങ്ങേ വിട്ട് പിരിഞ്ഞു പോവില്ല, എപ്പോഴും ചിത്തേ സ്ഥാസ്യാമി സർവദാ, സർവദാ ഞാൻ അങ്ങയുടെ മനസ്സിൽ വസിച്ചോളാം. ഇത് ഇത്രയോടുകൂടി ഭക്തിയുടെ സകല കഷ്ടങ്ങളും സങ്കടങ്ങളും തീർന്നു. പക്ഷേ നോക്കുമ്പോൾ തൻ്റെ മക്കളെ നോക്കുമ്പോൾ ദേവിക്ക് വീണ്ടും ഒരു വിഷമം. കൃപാലുന ത്വയാസാദോ മൽഭാത ധ്വംസിത ക്ഷണാത്, കരുണാമൂർത്തിയായ അങ്ങ് എൻ്റെ വിഷമങ്ങളൊക്കെ തീർത്ത് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ പുത്രയോശ്ചേതനാനാസ്തി തതോ ബോധയാം. കുട്ടികളുടെ കാര്യം നോക്കൂ, കുട്ടികൾ ഇപ്പോഴും വയസ്സായി ജരാനരകൾ ബാധിച്ച് ബോധഹീനന്മാരായിട്ട് കിടക്കണമല്ലോ. അവരെ അതൊന്ന് ഉണർത്താൻ എന്തെങ്കിലും ശമനം ചെയ്യണം. അവരുടെ വാർദ്ധക്യത്തെ കളഞ്ഞ് അവർക്കും എന്നെ മാതിരി പുഷ്ടി ഉണ്ടാവാനും താരുണ്യം വരാനും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോഴല്ലേ പൂർണ്ണമായിട്ട് സന്തോഷമാവുള്ളൂ. മക്കളുടെ സ്ഥിതി ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുക? അത് കേട്ട സമയത്ത് സൂതൻ പറയാണ്, ശൗനകാദി മഹർഷിമാരെ തസ്യാ വച സമാകർണ്യ, ഭക്തിദേവി ഇപ്രകാരം നാരദ മഹർഷിയോട് റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ കുട്ടികളെയും കൂടി ഒന്നിങ്ങനെ ഉണർത്തുകൂട്ടോ, അവരെയും കൂടി സന്തുഷ്ടരാക്കി തീർക്കൂട്ടോ എന്ന് കേട്ട സമയത്ത് കാരുണ്യം നാരദോഗതഃ, നാരദ മഹർഷിക്ക് ദേവിയോടും ആ കുട്ടികളോടും കാരുണ്യം തോന്നിയത്രേ. എന്നിട്ടോ തയോർ ബോധനം ആരേഭേ, കരാഗ്രേണ വിമർത്തേൻ, കൈപിടിച്ച് കുലുക്കി മേലൊക്കെ ഉരുട്ടി കുട്ടികളെ ഉണർത്ത്. എങ്ങനെയല്ലേ നമ്മൾ ഉറങ്ങിക്കുന്ന ആളെ ഇങ്ങനത്തെ കൈയൊക്കെ പിടിച്ച് തലോടിയിട്ടും ഉണർത്തിയിട്ടും എണീക്കൂ കൃഷ്ണ എണീക്കൂ നേരം ഇത്രയായി മതി ഉറങ്ങിയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണർത്തില്ലേ നമ്മൾ? ഇതുമാതിരി തന്നെ കൈയൊക്കെ പിടിച്ച് അമർത്തിക്കൊണ്ട് കുലുക്കിക്കൊണ്ട് നാരദ മഹർഷി ആ കുട്ടികളെ രണ്ടുപേരെയും ഉണർത്താൻ ആരംഭിച്ചു. പക്ഷേ സാധാരണ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ പേര് വിളിച്ചോ കുലുക്കിയിട്ടോ കൈ പിടിച്ചോ ഒക്കെ നമുക്ക് ഉണർത്താം. ഇവിടെ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് ജ്ഞാനവൈരാഗ്യങ്ങളാണേ, അവരെങ്ങനെ ഉണർത്താൻ പറ്റില്ലല്ലോ. നമ്മുടെ ഉള്ളിലാണ് ആദരിക്കാത്തതുകൊണ്ട്, അനാദരവ് കൊണ്ട്, ആർക്കാർക്കും വേണ്ടാണ്ടായതുകൊണ്ട് വയസ്സായി പോയതേ, വൃദ്ധരായി പോയതേ, നിരാദര ബാധിച്ച് ഉറങ്ങിപ്പോയത്. അവരെ ഉണർത്തണമെങ്കിലോ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരണമെങ്കിൽ വെറുതെ വിളിച്ചുകൊണ്ട് ഉണരില്ല. ജ്ഞാനമേ ഉണരൂ, വൈരാഗ്യമേ ഉണരൂ, മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചൈ സമുച്ചരൻ. നാരദ മഹർഷി ആ കുട്ടികളുടെ കാതിൽ പോയിട്ട് അവരെ പേര് വിളിച്ചു ഉണർത്താൻ ശ്രമിച്ചു. ജ്ഞാന പ്രബുദ്ധ്യതാം, ജ്ഞാനമേ ഉണരൂ, ശീഘ്രം വേട്ടെ, മതി ഉറങ്ങിയത്, ഉണരൂ. വൈരാഗ്യ അല്ലയോ വൈരാഗ്യമേ പ്രബുദ്ധ്യതാം, ഉണരൂ എന്നിങ്ങനെ അവരെ ചെവിയിൽ പോയിട്ട് വിളിച്ചു എന്ന്. ഇങ്ങനെ വെറുതെ വിളിച്ചാൽ വരില്ല, അവരുണരണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ശാസ്ത്ര പഠനം. അതാണ് പിന്നെ ചെയ്തത്. ഇങ്ങനെ വിളിക്കുക മാത്രമല്ല, വിളിച്ചുകൊണ്ടാണ് നല്ല ജ്ഞാനവൈരാഗ്യങ്ങൾ. അതിനുള്ള മാർഗം എന്താണെന്നാണ് പറയണത്? വേദാന്തം, വേദാന്ത ഘോഷൈശ്ച ഗീതാപാഠൈർ മുഹുർമുഹു ബോധ്യമാനൗ തഥാ തേന കഥഞ്ചിൽ ചോദ്യതൗ ബലാൽ. ഉപനിഷത് മന്ത്രങ്ങൾ ചെവിയിൽ
ചൊല്ലിയിട്ട് വിളിച്ചു. ഉപനിഷത്ത് മന്ത്രങ്ങളും ഗീതാശ്ലോകങ്ങളൊക്കെ ആ കുട്ടികളുടെ ചെവിയിൽ ഉച്ചത്തിൽ പറഞ്ഞ് അവരെ ഉണർത്താൻ ശ്രമിച്ചു എന്നാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഒരാൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ജ്ഞാനെന്നുവെച്ചാൽ ഈശ്വരനാണ് സത്യം, ഈശ്വരനാണ് എല്ലാം, ഈശ്വരനാണ് എല്ലാം, അവിടെ ആത്മാവും എന്തുമൊക്കെ എന്നുള്ള ആ ബോധം ഉണ്ടാവണം. പിന്നെയോ ഈ പ്രപഞ്ച വസ്തുക്കൾ ദൃശ്യമായ നാമരൂപങ്ങളൊക്കെ മാറുന്നത് നശിക്കുന്നതുമാണ്, നശിക്കാത്തത് പ്രഭു മാത്രം എന്നുള്ള ബോധ്യം വന്നാലേ നശിക്കുന്നതിൽ നിന്ന് മനസ്സ് വിട്ടുപോരുള്ളൂ, നശരഹിതനായ ഭഗവാനിൽ പറ്റിക്കൂടുള്ളൂ. അതിനാണ് ശാസ്ത്രപഠനം. ഉപനിഷത്തും ഗീതയൊക്കെ പഠിപ്പിച്ചു, ഒരാളെ പഠിപ്പിച്ചു, ഗുരു പറഞ്ഞാൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇരിക്കും, ഞാൻ ഗീത എടുക്കാം അല്ലെങ്കിൽ ഉപനിഷത്തെടുക്കാം. അതൊക്കെ കേട്ട് കുറെ കഴിയുമ്പോൾ അവന് തന്നെത്താനെ തോന്നണം, ഓരോരോ അനുഭവങ്ങളിലൂടെ അതിൽ പറയില്ലേ, ഓ ഈ കുട്ടി കാണുന്ന ലോകത്തിലുള്ള എല്ലാ ഉപനിഷത്ത് നമ്മളെ വിചാരം ചെയ്യിപ്പിക്കുകയാണല്ലോ. ഈ പ്രപഞ്ചത്തിന് നശ്വരതയെ നല്ലോണം ബോധ്യപ്പെടുത്തും. മാറാത്ത വസ്തു ഭഗവാൻ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തി തരും. ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരും. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, ഇവിടെ ദുഃഖമുള്ളൂ, സുഖസ്വരൂപനും നിത്യസ്വരൂപനും ഞാനാണ്, എന്നെ ആശ്രയിച്ചോളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇവരെ ചെവിയിൽ പറഞ്ഞപ്പോൾ എന്തായി, ഇവര് അവിടുന്ന് പതുക്കനെ ഒന്ന് എഴുന്നേറ്റുവെങ്കിലും അവർക്ക് ഉറക്കം പോയിട്ടില്ല. ഇപ്പം ഹാഫ് സ്ലീപ്പിൽ നിന്ന് ഒരാളുണർന്നാ ഇങ്ങനെ ഇപ്പം കണ്ണടച്ച് തന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് കൊട്ടുവായിട്ടുകൊണ്ടിരിക്കില്ലേ എന്ന മാതിരി എത്ര എത്തം ജൃംഭന്തവും സാലസാവുഭവും. കഷ്ടപ്പെട്ടവരൊന്ന് എണീറ്റു, പക്ഷെ എണീറ്റു എന്നുള്ളൂ, കണ്ണ് തുറക്കണില്ല, ഉറക്കം മതിയായിട്ട് മതി. പിന്നെ ഇങ്ങനെ കോട്ടുവായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവരെ ആലസ്യത്തെ വെളിപ്പെടുത്തി കാണിച്ചു. ഭഗവത് പാലിതോ പ്രായ, വെള്ളക്കൊറ്റികളെ മാതിരി ശരീരമൊക്കെ അങ്ങനെ ജരാനരകൾ വന്നിട്ടുണ്ടേ. പ്രായ ശുഷ്കകാട്ട സമാംഗമവും, ഉണങ്ങിയ വിറക് പോലെ അവയവങ്ങളൊക്കെ. എന്നുവെച്ചാൽ അതിനെ പരിപോഷിപ്പിക്കാൻ ആരുമില്ലല്ലോ, ആഹാരമൊന്നും കൊടുക്കണില്ലല്ലോ. ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ആഹാരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സത്സംഗം ഉണ്ടാവണ്ടേ? ഇതൊന്നുമില്ലല്ലോ. അങ്ങനെ അസ്ഥിപ്രായങ്ങളായി ശരീരം ഒക്കെ ക്ഷീണിച്ച് അവരങ്ങനെ വീണ്ടും അവിടെ കിടന്നു. ക്ഷുക്ഷാമൗതവും നിരീക്ഷവും ഏവ പുനഃസ്വാപപരായണവും ഋഷി ചിന്താപരോജാത കിം വിധേയം മയേരിജാം. ഇങ്ങനെ വീണ്ടും വിശപ്പ് കൊണ്ടും അതുപോലെ ക്ഷീണിച്ച് വീണ്ടും ഉറക്കം തൂങ്ങി വീണ്ടും ഉറങ്ങാൻ ഭാവിക്കുന്ന അവരെ കണ്ടപ്പോൾ നാരദ മഹർഷി വല്ലാണ്ട് ചിന്തയിലായി. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഞാൻ ഇവരെ ഉണർത്തുക? അഹോ നിദ്ര കഥം വ്യാധി വൃദ്ധത്വഞ്ച മഹത്തരം. എങ്ങനെയാണ് ഞാൻ ഇവരെ ഇനി ഉറക്കത്തു നിന്ന് പൂർണ്ണമായിട്ട് ഉണർത്തുക? എങ്ങനെയാണ് ഇവരുടെ വാർദ്ധക്യം ഞാൻ ഇല്ലാണ്ടാക്കുക? ചിന്തയൻ ഇരി. ഇതിനൊരു വഴി കാണാതെ അതിനുള്ള മാർഗ്ഗമാണ് താൻ ചെയ്തത്. ശാസ്ത്രീയമായി ഗുരുജനങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഗീത ഉപനിഷത്തൊക്കെ പഠിക്കുക, വേദാന്ത ശാസ്ത്രങ്ങളുടെ പഠനം. അതിൻ്റെ ഉദ്ദേശം എന്തിനാ? ദൃശ്യത്തിൻ്റെ നശ്വരതയും ദൃക്സ്വരൂപനായ ഭഗവാന്റെ ശാശ്വതത്വവും ബോധിപ്പിക്കല. അത് ബോധിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗോവിന്ദം സ്മാരയാമാസ. തൻ്റെ പരിശ്രമം വൃഥാവിലായപ്പോൾ ഇവരെ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ തൻ്റെ വേദാന്ത ശാസ്ത്രങ്ങൾക്കും ഗീതയ്ക്കും സാധ്യമല്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹം ഗോവിന്ദനെ, തൻ്റെ ഇഷ്ടദേവനായ ഭഗവാനെ ധ്യാനിച്ചു, സ്മരിച്ചു. വ്യോമവാണി തഥൈവാഭൂത് മഹർഷേ ഖിദ്യതാമിരി. പെട്ടെന്നൊരു അശരീരി നാരദ മഹർഷിയെ ആശ്വസിപ്പിച്ചുകൊണ്ടായി. ഋഷേ, അല്ലയോ നാരദർഷേ, മാ ഖിദ്യതാം, അങ്ങൊരിക്കലും ഖേദിക്കേണ്ട, സങ്കടപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഉദ്യമ സഫലസ്ഥേതു ഭവിഷ്യതി. ന സംശയ, അങ്ങയുടെ പരിശ്രമം തീർച്ചയായിട്ടും സഫലമാകും, അതിൽ സംശയമേ വേണ്ട. എന്താ അശരീരിയിലൂടെ അതിന് മാർഗമായിട്ട് പറഞ്ഞു കൊടുത്തത്? ഏതർത്ഥം തു സൽക്കർമ്മ സുരക്ഷേത്വം സമാചര തത്തേ കർമ്മ ആഭിദാസ്യന്തി സാധവ സാധുഭൂഷണാ. ഏതർത്ഥം, ഇതിനു വേണ്ടിയിട്ട്. ഏതിനു വേണ്ടിയിട്ട്? ഈ വേദാന്ത പഠനം കൊണ്ടും ഗീത കൊണ്ടും ഒന്നും ഉണരാത്ത ജ്ഞാനവൈരാഗ്യങ്ങളെ വാർദ്ധക്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ ജരാനരകൾ നീക്കി അവരുടെ ആ പട്ടിണി പാവങ്ങളെ പോലെ അസ്ഥി ജരങ്ങളായിരിക്കണം അവരെ നല്ല പുഷ്ടിപ്പെടുത്തി അവരെ യുവാക്കളാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു വഴിയുണ്ട്. എന്താ? ഒരു സൽക്കർമ്മം ചെയ്താൽ മതി. ഏതാണ് ആ സൽക്കർമ്മം? ഏത് സൽക്കർമ്മം ചെയ്താലാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കണ അവസ്ഥയെ പറഞ്ഞത്? അങ്ങനെ ചടച്ച് കുരച്ച് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്ന് പുഷ്ടി പ്രാപിച്ച് യുവത്വത്തിലേക്ക് വരിക. അതിനുള്ള ആ സൽക്കർമ്മം എന്താണ്? സാധുഭൂഷണാഹ സാധവഹ തേ അഭിദാസന്തി. മഹാത്മാക്കളിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ സജ്ജനങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരും. അവരോട് ചോദിച്ചാൽ മതി.
ഇതാണ് പറഞ്ഞത്. നാരദ മഹർഷി ആലോചിച്ചു, 7 സൽക്കർമ്മം കൊണ്ടാണ് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവും പരിപഷ്ടി ഉണ്ടാവുക. സൽക്കർമ്മണി കൃതേ തസ്മിൻ സനിദ്ര വൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാൽ ഭക്തി സർവദാ പ്രസരിഷ്യതി. ഇതും പറഞ്ഞു ഭഗവാൻ അശരീരിയിലൂടെ. ആ സൽക്കർമ്മം സജ്ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അനുഷ്ഠിക്കൂ. ആ സൽക്കർമ്മം ചെയ്തു എന്ന് വിചാരിച്ചാലോ ഈ രണ്ടുപേരുടെയും ഉറക്കവും പോവും, വാർദ്ധക്യവും പോവും. മാത്രമല്ല ഭക്തി എല്ലാ ദിക്കിലും വേണ്ട പോലെ പ്രചരിക്കാനിടയാവും. സർവതഃ ഭക്തി പ്രസരിഷ്യതി. ഭക്തിയുടെ പ്രസാരവും പ്രചരണവും ധാരാളം എല്ലായിടത്തും ഉണ്ടാവും. ഭക്തിക്ക് സന്തോഷവും. ഈ ആകാശവാണി നാരദൻ മാത്രമല്ല സർവൈരവിശ്രുതം. അവിടെ ഉണ്ടായ എല്ലാവരും കേട്ടു. ഗംഗാദി നദികളുടെ ദേവതകളൊക്കെ ഉണ്ടല്ലോ അവിടെ, അവരൊക്കെ കേട്ടു. ഭക്തിദേവിയും കേട്ടു. നാരദൻ മാത്രമല്ല കേട്ടത്. നാരദോ വിസ്മയം ലേഭേ. നാരദ മഹർഷി ആശ്ചര്യപ്പെട്ടു. എന്ത് നേരം ജ്ഞാതമിതി പുവൻ, 7 സൽക്കർമ്മ, ഇത് ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് വിരുദ്ധ. നോക്കൂ, ഇതിൽ വളരെ വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. സാധാരണ ഒരാൾക്ക് വേദാന്ത ശാസ്ത്രങ്ങൾ പഠിക്കാൻ വിവേക വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവും, ആത്മജ്ഞാനം ഉണ്ടാവും. അതാണ് കണക്ക്. ഉള്ളിൽ ഉണരുന്നർത്ഥം, ഉള്ളിൽ വളരുന്നർത്ഥം. അപ്പോൾ ഉപനിഷത്തുകളും ഗീതയും വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ഒരാൾ പഠിച്ചു ഒരു കാലം. ഒരാവർത്തി 2 ആവർത്തി ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചു നമ്മൾ. പക്ഷേ എന്നിട്ടും വിഷയാസക്തി പോയിട്ടില്ല, വൈരാഗ്യം വർധന, ആത്മജ്ഞാനം ഉണ്ടായിട്ടില്ല, ആത്മബോധം ഉണ്ടായില്ല. ആളിനി എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം. പൊതുവേ ഈ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഈ ഭാഗവതം ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛം തോന്നും. വാസ്തവത്തിൽ എന്തോ പഠിച്ചതിന് തകരാറാ. ശരിയായ ഗുരുക്കന്മാരെന്ന് പഠിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. പല ആൾക്കാരും ഭാഗവതം എന്ത് ഭാഗവതം, ഭാഗവതമൊക്കെ പുരാണം എന്ന് ഒരു ധാരണ, അതിനെ തിരുത്തും കൂടി ചെയ്യാം. കർമ്മം എന്തുകൊണ്ടാണ് ഉണ്ടാവണത്? നാരദ മഹർഷി ആശ്ചര്യഭരിതനാവാൻ കാരണമുണ്ട്, വിസ്മയിക്കാൻ കാരണമുണ്ട്. കർമ്മം അജ്ഞാനത്തിൻ്റെ സന്തതി അത്രേ. അജ്ഞാനം കൊണ്ടാണ് കർമ്മം. അവിദ്യ കാമം കർമ്മം എന്നാണ് പറയുക, അല്ലേ? കർമ്മത്തിന് കാരണം ആഗ്രഹമാണ്. ആഗ്രഹത്തിന് കാരണം എന്താ? താൻ പരിമിതനാണ്, താൻ അപൂർണനാണ്, തനിക്ക് സുഖവും ശാന്തിയും ഈ പുറത്ത് ലോകത്തുനിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വസ്തുക്കളെ ആഗ്രഹിക്കും. അത് നേടാൻ വേണ്ടി കർമ്മം ഉണ്ടാവും. ഇതിൻ്റെ കാരണം എന്താ? താൻ പരിപൂർണനായ ആ ആത്മതത്വമാണ്, ഭഗവത് സ്വരൂപിയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് വിസ്മരിച്ചത് കൊണ്ടാണ്. ആ അജ്ഞാനാണ് ഇതിൻ്റെ മൂല കാരണം. അപ്പം അജ്ഞാനത്തിനുണ്ടായ ആഗ്രഹം, ആഗ്രഹത്താൽ പ്രേരിതമായിട്ടുണ്ടായ കർമ്മം, ആ കർമ്മം എങ്ങനെയാണ്? എത്ര വലിയ സൽക്കർമ്മമായാൽ പോലും അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അജ്ഞാനത്തെ നീക്കുക, ജ്ഞാനുണ്ടാക്കുക? എങ്ങനെയാണ് വിഷയ ആസക്തിയെ നീക്കുക, വിരാഗ്യത്തെ ഉണ്ടാക്കി തീർക്കുക? ഇതായിരുന്നു നാരദന് ആശ്ചര്യം തോന്നാൻ. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സൽക്കർമ്മം ഉണ്ടെങ്കിൽ ആ സൽക്കർമ്മം എന്താണെന്ന് എനിക്കൊട്ടും മനസ്സിലാവണില്ല. നാരദനൊരു പിടിയും കിട്ടണില്ല എന്താണെന്ന് ആലോചിച്ചിട്ട്. ഇതാ എന്തായാലും നാരദ മഹർഷി ഒന്ന് തീരുമാനിച്ചു. സജ്ജനങ്ങൾ പറഞ്ഞു തരുന്നല്ലേ പറഞ്ഞത്, സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോവാം. ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെ അവിടെ ഇരുത്തി അവരോട് പറഞ്ഞു, ദേവി കേട്ടില്ല ശരീരിയിൽ, എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. ഞാൻ മഹാത്മാക്കളുടെ അടുത്ത് പോയിട്ട് ആ സൽക്കർമ്മം ഏതാ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സൽക്കർമ്മം ഞാൻ അനുഷ്ഠിച്ച് നിന്നെയും നിന്റെ മക്കളെയും ഞാൻ പോഷിപ്പിച്ചോളാം എന്നും പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. ഓരോ പുണ്യസ്ഥലങ്ങളും പോയി. എവിടെയൊക്കെ മഹാത്മാക്കൾ ഉണ്ടാവുന്ന വിചാരമുണ്ടോ അവിടെയൊക്കെ പോയി. അത്രേ പുണ്യക്ഷേത്രങ്ങളിലെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ ഉണ്ടാവുക. അതെ, അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ മഹാത്മാക്കളും ഉണ്ടായിരുന്നു. ആ മഹാത്മാക്കളുടെ അടുത്തൊക്കെ പോയിട്ട് നാരദ മഹർഷി പറഞ്ഞു, എന്തായിരിക്കും ആ ശരീരിയിൽ പറഞ്ഞ് ഭഗവാൻ ജ്ഞാനവൈരാഗ്യന്മാരെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ സൽക്കർമ്മം എന്ന് അവരോടൊക്കെ ചോദിച്ചു. വൃത്താന്ത ശൂരേ സർവൈ. നാരദ മഹർഷിയുടെ ഈ ചരിത്രവും ഈ സംഭവ വികാസവും ഈ ചോദ്യമൊക്കെ എല്ലാവരും കേട്ടു. കിഞ്ചിന്ന നിശ്ചിറ്റന ഉച്ചത്. ഒരാൾ പോലും ദാ ഈ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ എന്ന് പറയാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അവർക്ക് അറിയില്ല. അസാധ്യം കേജന പ്രോജു. ചില ആൾക്കാർ പറഞ്ഞു, വേദാന്ത ശാസ്ത്രങ്ങളും ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് ഒരാൾക്ക് ജ്ഞാനം വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ അവർക്ക് ഉണ്ടാക്കാൻ വേറെ ഇവിടെ ഒന്നുമില്ല, ഒരു കർമ്മം ചെയ്താലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല, അസാധ്യം എന്നും കൂടി പറഞ്ഞു. ദുർജ്ഞേയം ഇത് ചാപരെ. വേറെ ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല, നാരദന് പോലും അറിയാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞു തരാൻ ഞങ്ങളാരാ? അങ്ങനെ ചില ആൾക്കാർ മൂകീഭൂത തഥാ അന്യേ കിയന്തസ്തു പലായിത.
ചില ആൾക്കാർ വിചാരിച്ചു നാരദൻ്റെ സംശയം, നാരദ മഹർഷി ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥൻ, അദ്ദേഹം അറിയാത്തതൊന്നുമില്ല, അദ്ദേഹം ഒരു സംശയം ചോദിച്ചുകൊണ്ട് വരണു, അത് അറിയില്ല എന്ന് പറയണത് മോശമല്ലേ, അതുകൊണ്ട് മൗനം രക്ഷിക്കാൻ മൂകീഭൂത. ചില സ്ഥലങ്ങളിൽ ചെന്ന സമയത്ത് മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, മഹാത്മാക്കൾ. അവരോട് ചോദിച്ചപ്പോൾ ഇന്ന് മൗനമത്താ, മറുപടി പറയണ്ടല്ലോ, മൂകീഭൂത. ചില ആൾക്കാർ അങ്ങനെ. കിയന്തസ്തു പലായുധം, നാരദം വരിയും കാണുകയും പരസ്പരം കുശലപ്രശ്നം ചെയ്യും, എന്നിട്ട് ജോലിയൊക്കെ ചോദിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ എന്ന് പറയണ്ട, അതിനിട വരുത്തണ്ട വെച്ചിട്ടോ നാരദൻ അങ്ങനെ വരുന്നപ്പോൾ ഇതിൽ വേഗം തീർത്ഥാടനം എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് സ്ഥലം വിട്ടു. അങ്ങനെയും ചില ആൾക്കാരുണ്ടായി. ആശ്ചര്യം ഹാഹാഹാരോ മഹാനാസി ത്രൈലോക്യേ വിസ്മയാവഹ. ചില ആൾക്കാർ പറഞ്ഞു, ഓ ഇത് ആശ്ചര്യം, വേദവേദാന്തങ്ങളും ഉപനിഷത്തുക്കളും ഗീതയുമൊക്കെ പഠിച്ചിട്ടും ഒരാൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായില്ലാന്നോ? ഇതൊക്കെ കേട്ടിട്ട് ഉണരാത്ത ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ എന്താണ് സൽക്കർമ്മം എന്ന് അന്വേഷിച്ചുകൊണ്ട് നാരദ മഹർഷി പറയണു, അയ്യോ ആശ്ചര്യം എന്നിങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു. വേദവേദാന്ത ഘോഷൈശ്ച ഗീതാപാഠൈ വിബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം നോദതിഷ്ഠത്രികം യഥാ. വേദാന്ത പഠനം കൊണ്ടും ഗീതാ പഠനം കൊണ്ടും വിശേഷേണ ഉണർത്തിയിട്ടും ഈ ഭാനവൈരാഗ്യന്മാർ ഉണർന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം ഉണ്ടായി. അങ്ങനെയാണ് ശാസ്ത്രീയ ഒരു പദ്ധതി. അതൊക്കെ പഠിച്ചിട്ട് ഒരാൾക്ക് ഉണ്ടായില്ല എന്ന് വെച്ചാൽ ആശ്ചര്യപ്പെടുന്നതല്ലാണ്ട് എന്താ ചെയ്യുക? ഞങ്ങൾ എങ്ങനെ ഇയാളെ ഉണർത്താൻ പറ്റുക, ഇയാളുടെ ഉള്ളിൽ ഉണർത്താൻ പറ്റിയ വൈരാഗ്യങ്ങൾ എന്ന് വെച്ചിട്ട് ആ ശാസ്ത്രം അറിയുന്ന എല്ലാവരും ആശ്ചര്യഭരിതരായി തീർന്നു. ചുരുക്കം പറഞ്ഞ പരസ്പരം തുറന്നു പറഞ്ഞില്ലെങ്കിലും കർണേ ജപഞ്ജന, പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവരെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി. എന്ത്? ഉപായനാപരഹ, വേറെ ഇവിടെ വഴിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയല്ലാതെ വേദാന്ത പഠനവും അല്ലെങ്കിൽ ഗീതാ പഠനമൊക്കെ, വേദാന്ത തന്നെ ഇതൊന്നും പഠിച്ചിട്ട് ഇനി ജ്ഞാന വൈരാഗ്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവാൻ ഇവിടെ വേറെ വഴിയൊന്നുമില്ല എന്ന് അവർ പരസ്പരം കർണേ ജപൻ സ്വകാര്യമായിട്ട് ചെവിയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി നൃത്തം. മാത്രമല്ല യോഗിന നാരദേനാവി സ്വയം നജ്ഞായതേറിയത്, മഹായോഗീശ്വരനായിരിക്കുന്ന ശ്രീനാരദ മഹർഷിക്ക് കൂടെ അറിയാത്ത കാര്യം ഉപായം പിന്നെ ആർക്കറിയാൻ കഴിയും ഈ ലോകത്തിൽ? ചുരുക്കം പറഞ്ഞ നാരദൻ നിരാശനായി. നാരദൻ്റെ ഉദ്യമം സഫലായില്ല. നാരദന് ഒരാളും പറഞ്ഞു കൊടുത്തില്ലല്ലോ, മഹാത്മാക്കൾ പറഞ്ഞിരുന്നല്ലേ ഭഗവാൻ പറഞ്ഞത്. ഒരു മഹാത്മാവിന് പോലും ഈ സൽക്കർമ്മം ചെയ്തോളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ചിന്താതുരഹം. പക്ഷേ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഓരോ ഗൃഹത്തിലും ഓരോ വീട്ടിലും ഭക്തിയെ ഞാൻ പ്രതിഷ്ഠിക്കും, അല്ലേ, ജ്ഞാനവൈരാഗ്യങ്ങളെ ഞാൻ ഉണർത്തും തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹം നേരെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. ബദരീനാഥത്തിൽ പോയിട്ട്, ഭഗവാൻ സാക്ഷാൽ നരനാരായണമായ തപസ് ചെയ്യുന്ന സ്ഥലമല്ലേ. ബദരീകാശ്രമത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞെന്താ? ബദരീനാഥനെ മാത്രമാണ്, അല്ലേ, ദ്വാരകയും കൂടിയല്ല. മമാശ്രമം, എൻ്റെ ആശ്രമത്തിലേക്ക് കൊള്ളൂ കേട്ടോ. എന്താ, ഭഗവാന്റെ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. നരനാരായണന്മാരായി അവതരിച്ച് തപസ് ചെയ്തല്ലേ. അതുകൊണ്ട് ആ ബദരികാശ്രമത്തിൽ പോയി തപസ് ചെയ്യാം, എന്നിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് തന്നെ ചോദിക്കാം. ഭഗവാനാണല്ലോ അശരീരിയിലൂടെ സൽക്കർമ്മം ചെയ്യാൻ പറഞ്ഞത്. ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റിയില്ല. ഭഗവാനോട് തന്നെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആ സൽക്കർമ്മം ഏതെന്ന് അറിഞ്ഞ് അതനുഷ്ഠിച്ച് ജ്ഞാനവൈരാഗ്യങ്ങളുടെ വാർദ്ധക്യം തീർത്ത് അവർക്ക് താരുണ്യം കൊടുത്ത് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഞാൻ ഓരോരുത്തരിലും ഉറപ്പിക്കും. ആ നാരദൻ്റെ ദൃഢനിശ്ചയം. ഭക്തൻ എപ്പോഴും ദൃഢനിശ്ചയം ഉണ്ടാവും. ഭക്തൻ ദൃഢനിശ്ചയ എന്ന ഭക്തൻ്റെ ലക്ഷണം പറയാം. നിരാശ കൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നില്ല. ഉടനെ ബദരികാശ്രമത്തിലേക്ക് തപസ്സിനായിട്ട് വന്ന സമയത്താണ് സനകാദി മഹർഷിമാരെ കാണാനിട വന്നത്. അതാണല്ലോ തുടങ്ങിയത്. സനകാദി മഹർഷിമാര് ഭാഗവതത്തിന്റെ മഹിമ ആദ്യം പറഞ്ഞു. ദേവലോകത്തുള്ള ദേവന്മാർക്ക് അവിടെ എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ട്, അതുണ്ടായിട്ടും ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യമില്ലേ അവർക്ക്. ആ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭൂമിയിൽ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കുമ്പോൾ ശുകാമഹർഷിയുടെ അടുത്ത് ഈ ഭാഗവതം തരാൻ വേണ്ടിയിട്ട് ദേവലോകത്ത് അമർന്നു കൊണ്ടുവന്നത്. അവർക്ക് പോലും സാധിക്കാത്തത് ദേവാനാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തുവാണ് മനുഷ്യരായ നമുക്ക് കൈവന്ന ഈ ഭാഗവത ശ്രവണലാഭം എന്ന്. മാത്രമല്ല പാമ്പൊക്കെ കടിച്ച് മരിച്ചവർക്ക് സദ്ഗതിയില്ല എന്നാണ് പറയുക, അല്ലേ. അങ്ങനെ ഇരിക്കുക ഘോരവിഷമുള്ള തക്ഷകൻ എന്ന പെരുമ്പാമ്പ് കടിച്ച് മരിച്ചിട്ട് ആ പരീക്ഷിത്ത് മഹാരാജാവിന് ദുർഗതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സാക്ഷാൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഉണ്ടായത്, ജീവൻ മുക്തിയാണ് ഉണ്ടായത്. സമാധിയിൽ അദ്ദേഹം ആണ്ടു. ഉപദേശം കേട്ടിട്ട് സമാധിയിലിരിക്കുന്ന ശരീരവിസ്മൃതിയിൽ ആണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തെയാണ് തക്ഷകൻ വന്ന് കടിച്ചത്. അതുകൊണ്ട് എന്തായി? ഒരു മകന്റെ ദൗത്യം തക്ഷകൻ നിർവഹിച്ചു. മകൻ എന്ത് ചെയ്യണം? അച്ഛനമ്മ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം കൊണ്ട് അഗ്നിയിൽ ദഹിപ്പിക്കണം.
ആ കർമ്മം ചെയ്യണമല്ലേ, അത് വേണ്ടിയൊന്നുമില്ല ജനമേജയന്, അത് തക്ഷകൻ നിർവഹിച്ചു. അത്ര ഉണ്ടായത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം സമാധിയിൽ മനസ്സ് ഭഗവാൻ ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. തക്ഷകൻ വന്ന് കടിക്കുമ്പോഴേക്കും ഹോ രാജ്ഞോ മോക്ഷം തഥാപീക്ഷ പുര ദാതാപി വിസ്മിതാന്നാ. ഈ വാർത്ത കേട്ടിട്ട് ബ്രഹ്മാവിനും ബ്രഹ്മലോകത്തിലെ മഹർഷിമാർക്ക് പോലും അത്ഭുതമായി. എന്നിട്ടാണ് അവർ ത്രാസ് കൊണ്ടുവന്ന് മോക്ഷശാസ്ത്രങ്ങളൊക്കെ തട്ടിൽ വെച്ച് ഭാഗവതം മറ്റേ തട്ടിൽ വെച്ച് തൂക്കി നോക്കിയത് അല്ലേ. അപ്പോഴാണ് ഭാഗവതത്തിന്റെ ഗരിമ മനസ്സിലായത്, മഹിത്വം മനസ്സിലായത്. ആ ഭാഗവതം സപ്താഹവിധി പ്രകാരം കേൾക്കാൻ അതിന് കൂടുതൽ വൈശിഷ്ട്യമുണ്ടെന്ന് നാരദന് സനകാദി മഹർഷിമാരാണ് ഉപദേശിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. നാരദൻ നേരത്തെ അച്ഛനായ ബ്രഹ്മാവിൽ നിന്ന് ഭഗവാൻ ചതുശ്ലോകിയായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ച ഭാഗവതം കേട്ടതാ. പക്ഷേ ഈ ഭാഗവത സപ്താഹവിധി സനകാദികളിൽ നിന്നാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. അപ്പോഴാണ് എവിടെ വെച്ച് നാരദ മഹർഷി സനകാദികളെ കണ്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ചോദ്യമായിട്ട് ഈ സംഗതികളൊക്കെ പറഞ്ഞത്. നാരദൻ ബദരികാശ്രമത്തിൽ വന്നു. നാരദൻ ആകെ വിഷണ്ണനായി, പണമൊക്കെ പോയി എല്ലാം നഷ്ടപ്പെട്ട ഒരു പാപ്പരെ മാതിരിയായി വളരെ വിഷമിച്ച് കണ്ടപ്പോൾ എന്താ ചോദിച്ചു, അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാരണം. എനിക്ക് ഒന്നിലും ആസക്തിയില്ലാത്ത ആളാണ്, അതുകൊണ്ട് പിന്നെ ദുഃഖം ഉണ്ടാകാൻ വഴിയില്ല, പക്ഷേ ദുഃഖം കാണാനുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ചരിത്രം മുഴുവൻ സനകാദി മഹർഷിമാരുടെ മുമ്പിൽ പറയുകയാണ് ഇപ്പം ഉണ്ടായത് നാരദ മഹർഷി. അങ്ങനെ നാരദൻ സനകാദികളോട് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം, താൻ എന്താണ് ഇവിടെ വരാൻ കാരണമെന്നും എന്താണ് ഞാൻ വിഷണ്ണനായിരിക്കണമെന്നൊക്കെ ധനകാദികളോട് പറഞ്ഞുവെന്ന് നൈമിഷാരണത്തിലിരിക്കുന്ന ശൗനകാദി മഹർഷിമാരോട് സൂത പൗരാണികൻ പറയുക. ഇതാണ് കഥ. താവത് ദദർശപുരതഃ സനകാദീൻ മുനീശ്വരാൻ കോടിസൂര്യ സമാഭാസാൻ. സൂര്യനത്രം തേജസ്സുള്ള പ്രഭാവശാലികളായ മഹാന്മാരായ ഈ 4 യോഗീശ്വരന്മാരെ മുമ്പിൽ കണ്ടതോടുകൂടി നാരദൻ വേഗം വീണ് നമസ്കരിച്ചു. നാരദൻ പറഞ്ഞു, എന്തൊരു ഭാഗ്യം ചെയ്തു ഞാൻ നിങ്ങളെ കാണാൻ. ഇതാനും ഭൂരിഭാഗ്യേന ഭവദ്ഭി സംഗമസ്ഥിത. എനിക്ക് നിങ്ങളുടെ സംസർഗം ഉണ്ടായത് എത്രയോ ജന്മത്തെ സുഹൃത്തത്തിൻ്റെ ഫലമായിട്ടാണ്, മഹാഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് കുമാരഹ അല്ലയോ കുമാരന്മാരെ, ശീഘ്രം വരത കൃപാങ്കൃത്വ മമോപരി കൃപാങ്കൃത്വ, എൻ്റെ നേരെ കാരുണ്യം കാണിച്ച് പ്രകാശിപ്പിച്ച് എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം വേഗം പറഞ്ഞു തരൂ. ഭവന്തഃ യോഗിനഃ സർവേ, നിങ്ങളെല്ലാവരും മഹായോഗീശ്വരന്മാരാണ്. പോരാ ബുദ്ധിമന്തഃ, മഹാബുദ്ധിമാന്മാരാണ്. പോരാ ബഹുശ്രുതാഹ, മഹാകീർത്തിശാലികളാണ്. പോരാ സനകാദികളുടെ മഹത്വം ആരാ അറിയാത്തത്? പഞ്ചഹായന സംയുക്താഹ, എന്നും 5 വയസ്സ് പ്രായമുള്ളവരാ. 5 വയസ്സിൽ പ്രായം അതിക്രമിക്കണില്ല. പൂർവേഷാമപി പൂർവജാഹ, നമ്മുടെ പൂർവികന്മാരായ ആ ദേവന്മാരുണ്ടാവണേന് മുമ്പുള്ളവരാണർത്ഥം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ ആദിയിലുണ്ടായവരാണർത്ഥം. പോരാ സദാ വൈകുണ്ഠനിലയാഹ, എപ്പോഴും വൈകുണ്ഠത്തിൽ വസിക്കുന്നവരാണ്. ഹരികീർത്തന തൽപരാഹ, ഹരിനാമം പാടിക്കൊണ്ട് എപ്പോഴും ഹരികഥകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. എപ്പോഴും ഭഗവാന്റെ ലീലാമൃത രസോന്മത്ത, ഭഗവാന്റെ ആ ലീലാ കഥകൾ എപ്പോഴും പാടിയും കേട്ടും കീർത്തിച്ചും ആ രസത്തിൽ മുഴുകിക്കൊണ്ടിരിക്കണവരാ. ഹരിശരണമേവഹം നിത്യം, എപ്പോഴും ഹരിയെ പരിപൂർണമായി ശരണമടഞ്ഞ് ഹരിശരണം എന്ന നാമം ജപിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചതിൻ്റെ പേരിൽ കാലബാധയില്ലാതെ കഴിയുന്നവരാ. അതാ കാലസമാധിഷ്ഠാഹ, കാലം സനകാദികളെ ബാധിക്കുന്നില്ല. ജരായുഷ്മാന്ന ബാധത്തെ, കാലബാധ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് പ്രായമാവണത് അല്ലേ? കാലം കൊണ്ടല്ലേ വയസ്സായിട്ട് തരാനരകളൊക്കെ വരിക. പക്ഷേ ഈ കാലബാധ ഇല്ല ആർക്ക്? സനകാദികൾക്ക്. അതുകൊണ്ടോ എന്നും 5 വയസ്സാ. അതാ ഇങ്ങനെയുള്ളവരാ നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ മഹിമ വാക്കിന് വിഷയമല്ല. യേഷാം ഭ്രൂംഗ മാത്രേണ ദ്വാരപാലോ ഹരേപുര, നിങ്ങളുടെ കോപത്തിന് പാത്രീഭൂതരായതിൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു ദേഷ്യം എന്തായി? ആ വൈകുണ്ഠത്തിൽ നിന്ന് ജയനും വിജയനും 3 ജന്മാസുരന്മാരാക്കി തീർത്തു അല്ലേ? വൈകുണ്ഠ ദർശനത്തിൽ പോയി അവരെ തടഞ്ഞതിൻ്റെ പെട്ടെന്ന് കോപം വന്നു, പുരികക്കൊടി ഇളകി. നിങ്ങളുടെ പുരികക്കൊടികളുടെ ചലനമാത്രം കൊണ്ട് നിങ്ങളുടെ കോപത്തിന് പാത്രീഭൂതരായ ആ വൈകുണ്ഠത്തിലെ പാറാവുകാരായ ജയനും വിജയനും ഭൂമൗ നിപതിതൗ, ഭൂമിയിൽ 3 ജന്മം അസുരന്മാരാവാനിട വന്നു. സദ്യ യത് കൃപാല പുരം വിഗതൗ, നിങ്ങളുടെ തന്നെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ എന്തായി? അവരോട് കാരുണ്യം തോന്നി. നിങ്ങളുടെ കൃപ കൊണ്ടോ അവർ തിരിച്ച് വൈകുണ്ഠത്തിൽ എത്തും ചെയ്തു.
അപ്പോൾ വൈകുണ്ഠത്തു നിന്ന് അവർ കീഴ്പോട്ട് വീഴാനും വേഗം തിരിച്ച് വൈകുണ്ഠത്തിൽ എത്താനും ഒക്കെ ഇടയായത് നിങ്ങളുടെ കോപവും അനുഗ്രഹവും കൊണ്ടാണ്. ഇത്രയും മഹാന്മാരാണ് നിങ്ങൾ. അഹോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ മാ ഭാഗ്യസ്യോഹേൻ ദർശനം, എൻ്റെ പരമഭാഗ്യം കൊണ്ടല്ലേ കാണാൻ ഇപ്പം സംഗതി വന്നത്. അങ്ങനെയുള്ളതായ നിങ്ങൾ അനുഗ്രഹസ്തു കർത്തവ്യ മൈ ദീനേ ദയാവരോ. മഹാത്മാക്കൾ എപ്പോഴും ദുഃഖിതന്മാരിൽ ദീനന്മാരിൽ കാരുണ്യമുള്ളവരാ. ഞാനിപ്പോൾ ദുഃഖിതനാണ്, ഇപ്പോൾ വലിയൊരു കാര്യം സാധിക്കാൻ പുറപ്പെട്ടിട്ട് നടക്കാണ്ട് വന്നിരിക്കല്ലേ. അതുകൊണ്ട് ദീനനും ദുഃഖിതനുമായ എന്നിൽ ദയാലുക്കളായ നിങ്ങൾ കാരുണ്യം ചെയ്യണം, അനുഗ്രഹിക്കണം. എന്താണ് എനിക്ക് ചെയ്തു തരേണ്ടത്? ആ അശരീരിയിൽ ജ്ഞാനവൈരാഗ്യന്മാരെ ഉണർത്താൻ വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞു. അശരീര ഗിരോക്തം യത് തത് കിം സാധനമുച്യതാം. തത് സാധനം കിം? അശരീരിയിലൂടെ ജ്ഞാനവൈരാഗ്യന്മാരെ ഉണർത്താൻ വേണ്ടി ഭഗവാൻ അനുഷ്ഠിക്കാൻ പറഞ്ഞ ആ സൽക്കർമ്മമാകുന്ന സാധനം ഏതാണ്? അനുഷ്ഠേയം കഥം, അതെങ്ങനെയാണ് ഞാൻ അനുഷ്ഠിക്കുക? പ്രബ്രുവന്തു സവിസ്തരം, എനിക്കെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരൂ. ആ സൽക്കർമ്മം എന്താണെന്നും അത് എങ്ങനെ അനുഷ്ഠിക്കുക എന്നൊന്നും എനിക്കറിയണില്ല. ഭക്തിജ്ഞാന വിരാഗാണം സുഖം ഉൽപ്പദ്യതേ കഥം. എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ജ്ഞാനവൈരാഗ്യന്മാർ ഉണരണം. അങ്ങനെ ഭക്തിയാകുന്ന മാതാവിനും അവർക്ക് 3 പേർക്കും സുഖാവണം. മാത്രമല്ല സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർവം പ്രയത്നതഃ. സർവവർണ്ണങ്ങളിലും, സർവവർണ്ണച്ച സർവ ജാതികളിലും ഈ ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും എനിക്ക് ഉറപ്പിക്കണം. അത് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ള മാർഗം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ഇങ്ങനെ നാരദ മഹർഷി ചോദിച്ച സമയത്ത് സനത്കുമാരാദികൾ പറഞ്ഞു, മഹർഷേ, ഇതിനെ ആലോചിച്ചങ്ങ് വിഷമിക്കേ വേണ്ട. മാ ചിന്താം ഗുരു. ഇതാണ് നാരദൻ ഭക്തിദേവി വിഷമിച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഡോൺ വറി എന്ന്, അല്ലേ? നമ്മുടെ ഭാഷ പറയാം ഡോൺ വറി എന്ന് പറഞ്ഞു. അത് തന്നെ ഇപ്പം നാരദനോട് കുമാരന്മാർ പറഞ്ഞു, അല്ലേ? മാ ചിന്താം ഗുരു ഡോൺ വറി. എന്താ കാരണം? നിനക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ കാരണം? അതിനുള്ള മാർഗം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള മാർഗം ഇവർക്ക് അറിയുകയും ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ. ഹർഷം ചിത്തേ സമാവഹ, മനസ്സിൽ സന്തോഷത്തോടു കൂടിയിരിക്കൂ. ഉപായ സുഖസാധ്യ അത്ര വർത്തതേ പൂർവയവഹി. ഈ ഭക്തിയെ ജ്ഞാനവൈരാഗ്യങ്ങളെയും വളർത്താനും പോഷിപ്പിക്കാനുള്ള മാർഗം വളരെ വളരെ സുഖമാണ്, എളുപ്പമാണ്. അതിനുള്ള മാർഗം പണ്ടേ പൂർവന്മാരായ ആചാര്യന്മാർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപായമുണ്ട്, അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്കറിയാം, ചെയ്യാം. പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ കഴിവുള്ള ഗുരുനാഥന്മാരെ കാണലാണ്, മഹാന്മാരെ കാണാനാണ് ബുദ്ധിമുട്ട്. കണ്ടാൽ രക്ഷപ്പെട്ടു. മാത്രമല്ല ഈ നാരദ മഹർഷിയെ സ്തുതിക്കുക, പ്രൈസ് ചെയ്യുക. അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണി യോഗഭാസ്കര. നാരദ മഹർഷേ, അങ്ങ് ധന്യധന്യനാണ്. അങ്ങ് വിരക്തന്മാരിൽ അഗ്രഗണ്യൻ, ഒന്നിനും ആസക്തിയില്ലാത്ത ആള്. അങ്ങനെയൊക്കെയല്ലേ വിരക്തിയെ പോഷിപ്പിക്കാൻ പരിശ്രമിക്കാൻ പറ്റുള്ളൂ. പരമജ്ഞാനി, സനത്കുമാരൻ്റെ ശിഷ്യനാണ്, വേദാന്തശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാ. അങ്ങക്കല്ലേ ആൾക്കല്ലേ ജ്ഞാനത്തിനെ പോഷിപ്പിക്കാൻ പറ്റുള്ളൂ. പോരാ, ഹരിദാസ വരിഷ്ഠൻ, ഹരിദാസ ശിരോമണി, അങ്ങനെ ആൾക്കല്ലേ ഭക്തിയെ പ്രചരിപ്പിക്കാൻ തോന്നുള്ളൂ. അപ്പം ഈ ഭക്തി ജ്ഞാനവും വൈരാഗ്യത്തിൻ്റെ മൂർത്തഭാവമാണ് ആര്? നാരദൻ. അങ്ങനെയുള്ള നാരദരെ അങ്ങ് എല്ലാം കൊണ്ടും ശ്രേഷ്ഠനാണ്. ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ സംഘത്തിൽ സർവാരാധ്യനാണ്. പ്രഥമസ്ഥാനം അങ്ങയ്ക്കാണ്. ഭക്തിയുടെ ആചാര്യനാണ്, ഹരിദാസ ശിരോമണിയാണ്. അങ്ങനെയുള്ള അങ്ങാണ് ഈ ലോകത്ത് ഭക്തിയുടെ മഹത്വത്തെ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഭക്തിയെ പ്രചരിപ്പിക്കാനുള്ള അങ്ങയുടെ പരിശ്രമം ആശ്ചര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് ഉചിതമാണ്. ഭക്തന്മാരല്ലേ ഭക്തിയെ പരിപോഷിപ്പിക്കാം. എന്നിട്ട് പറഞ്ഞു, പല പല മഹർഷിമാരും പല പല വഴികളും പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അനുഷ്ഠിക്കാൻ വളരെ ക്ലേശമുള്ളതാണ്, പ്രയാസമുള്ളതാണ്. ശ്രമസാധ്യാശ്ച, ശ്രമിച്ച പരിശ്രമം കൂടുതലാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് അനുഷ്ഠിച്ചാലോ സർവേ പ്രായ സ്വർഗഫലപ്രദ, അങ്ങേയറ്റം സ്വർഗപ്രാപ്തി കിട്ടും. ഈ ലോകത്തിലല്ല, സ്വർഗീയമായ സുഖങ്ങൾ കിട്ടും. പക്ഷെ അത് നശിക്കുന്നതാണല്ലോ. പക്ഷേ നാശരഹിതമായ ആ ആനന്ദത്തിൻ്റെ അനുഭവം ആകുന്ന വൈകുണ്ഠപ്രാപ്തി തരുന്ന ആ മാർഗം, ആ സാധന, ആ അനുഷ്ഠാനം ഇന്നും അധികം പേർക്ക് അറിയാണ്ട് രഹസ്യമായിട്ടിരിക്കുക. വൈകുണ്ഠ സാധക പന്ഥ സതു ഗോപ്യോഹി വർത്തതേ. വൈകുണ്ഠപ്രാപ്തിക്കുള്ള മാർഗം ഇന്നും അധികം പേർക്കും അറിയില്ല, രഹസ്യമായിട്ട് തന്നെയായിരിക്കണത്. തസ്യ ഉപദേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ. ആ വൈകുണ്ഠപ്രാപ്തിക്കുള്ള മാർഗത്തെ കാണിച്ചു തരുന്ന ആ ഗുരുനാഥന്മാരെ വളരെ വളരെ ഭാഗ്യം കൊണ്ടേ ഒരാൾക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നിങ്ങനെ നാരദനെ ആശ്വസിപ്പിക്കാൻ ആദ്യം കൺസോൾ ചെയ്തു. അതിനുശേഷം
എന്താണ് സൽക്കർമ്മം എന്നും എങ്ങനെ അനുഷ്ഠിക്കേണ്ടതൊക്കെ ചോദിച്ചില്ലേ? അതിന് മറുപടി പറഞ്ഞു. മഹർഷേ, സൽക്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാതു യത്പുരാ തതുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്ത പ്രസന്നധി. ഏതൊന്നുകൊണ്ടാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനവൈരാഗ്യന്മാരെ ഉണർത്തി അവർക്ക് താരുണ്യമുണ്ടാക്കി അവരുടെ മാതാവായ ഭക്തിക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെ അവരെ ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കാൻ സാധിക്കുക, ആ ഭക്തിയിലൂടെ ആ ഭക്തന്മാർക്കൊക്കെ വൈകുണ്ഠപ്രാപ്തിയെ കൊടുക്കാൻ പറ്റുക, അതിനുള്ളതായ മാർഗത്തെ ഞാൻ എന്താ പറഞ്ഞു തരാം, വളരെ ശ്രദ്ധിച്ച് സന്തോഷത്തോട് കേൾക്കൂ. എന്നിട്ട് വീണ്ടും ഭാഗവതൻ്റെ മഹത്വം പറയണതിന് മുമ്പ് വേറെ പലതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പല പല യജ്ഞങ്ങളുണ്ട്. ദ്രവ്യയജ്ഞമുണ്ട്. ഒരുപാട് പദാർത്ഥങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് അഗ്നികുണ്ഡത്തിൽ ആ ദേവനെയൊക്കെ ആവാഹിച്ചിട്ട് ഹോമം ചെയ്യുന്ന യജ്ഞത്തിൻ്റെ പേരാണ് ദ്രവ്യയജ്ഞം. പിന്നെയോ അഗ്നിഹോത്രാദി യജ്ഞങ്ങളുണ്ട്. പിന്നെ തപോയജ്ഞ, പലതരത്തിലുള്ള തപസ്സുകൾ, പുംസവനം, ചന്ദ്രായണം മുതലായിട്ട് അകൃച്ഛം, അങ്ങനെ കുറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പല തരത്തിലുള്ളതായ തപസ്സുകളെ പറഞ്ഞിട്ടുണ്ട്. യോഗയജ്ഞങ്ങൾ, ചിത്തവൃത്തി നിരോധം, മനസ്സിൻ്റെ ചിന്തകളെ നിരോധിക്കാൻ സാധിക്കേണ്ട അഷ്ടാംഗ യോഗപ്രകാരമുള്ള അത്തരത്തിലുള്ള യോഗങ്ങൾ. സ്വാധ്യായം, സ്വാധ്യായജ്ഞം, സ്വാധ്യായ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കൽ. ജ്ഞാനയജ്ഞം, തത്വവിചാരം എന്ന ജ്ഞാനയജ്ഞം. ഇങ്ങനെ പല പല യജ്ഞങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ അശരീരിയിലൂടെ ഭഗവാൻ സൂചിപ്പിച്ചത് ഈ യജ്ഞങ്ങളൊന്നുമല്ല. പിന്നെന്താണ്? സൽക്കർമ്മ സൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധൈ. ജ്ഞാനയജ്ഞം നേരത്തെ പറഞ്ഞു, ആത്മവിചാരം ഒരു തരം ജ്ഞാനയജ്ഞമാണ്, തത്വവിചാരമൊക്കെ. പക്ഷേ ഇവിടെ പറഞ്ഞ ജ്ഞാനയജ്ഞം, സൽക്കർമ്മം എന്താണ്? ശ്രീമദ് ഭാഗവതാലാപ സതു ഗീതശുഗാദിഭി. ശീശുക ബ്രഹ്മർഷി ഉപദേശിച്ച, ശീശുക ബ്രഹ്മർഷി എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞമാണ് ഈ സൽക്കർമ്മമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്താ ഭാഗവതവും ജ്ഞാനയജ്ഞ. ഭാഗവതം കടിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ജ്ഞാനുണ്ടാവും. പക്ഷേ ഭാഗവതത്തിലൂടെ ഭക്തി ഉണ്ടാവും ആദ്യം. ആ ഭക്തി സുലഭമായിട്ട് നമ്മുടെ വിഷയാസക്തിയെ നിൽക്കും എളുപ്പത്തിൽ. ആ ശുദ്ധമായ ഭക്തി കൊണ്ട്, ആ വിരക്തി കൊണ്ട് ശുദ്ധമായ ആ മനസ്സിൽ ഭഗവത് അനുഭൂതി, തത്വ അനുഭവം വേഗത്തിലുണ്ടാവും. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച സൽക്കർമ്മം ഒരു ജ്ഞാനയജ്ഞം നടത്താനാണ്. അതെന്തുകൊണ്ടാണ് ജ്ഞാനയജ്ഞം നടത്തേണ്ടത്? ഭാഗവതം കൊണ്ടാണ് ജ്ഞാനയജ്ഞം ചെയ്യേണ്ടത്. ഭാഗവത ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞമാണ് ഇവിടെ സൂചിപ്പിച്ച സൽക്കർമ്മം എന്നർത്ഥം. അത് കർമ്മല്ലേ? അതെ, ഇതൊരു കർമ്മമാണ്. ഒരിക്കലും ദുഷ്കർമ്മല്ലാനും. ഭാഗവതം വായിക്കണതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണതും കേൾക്കണതും ഒരിക്കലും ചീത്തയല്ല, നല്ലതാണ്. പക്ഷെ അതിനും ശ്രമമുണ്ടല്ലോ, ഉണ്ടല്ലേ? കർമ്മം തന്നെയാണ്. ഭാഗവതം 7 ദിവസം ഇരുന്ന് വായിക്കണം, 7 ദിവസം ഇരുന്ന് പറഞ്ഞു കൊടുക്കണം, 7 ദിവസം കേൾക്കണം, അതിന് നിഷ്ഠയോടുകൂടി നേരത്തെ എണീക്കണം, കുളിക്കണം, ഒരുങ്ങി വരണം, വേണ്ടേ? അതൊക്കെ വേണമല്ലോ, അതിന് ശ്രമമുണ്ടല്ലോ. ഇനി ഇരിക്കലും ഒരു 5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കലല്ലോ, 1.5 മണിക്കൂർ ഇരിക്കൽ തന്നെ ഒരു കർമ്മല്ലേ? ശ്രമല്ലേ? ശ്രവണം ഒരു കർമ്മല്ലേ? പ്രസംഗിക്കൽ വേറൊരു കർമ്മല്ലേ? വായിക്കൽ കർമ്മല്ലേ? ആണ്. പക്ഷേ ഈ കർമ്മം മറ്റു കർമ്മങ്ങളെ മാതിരിയല്ല, സൽക്കർമ്മമാണ് താനും. എന്നാൽ കർമ്മത്തിൻ്റെ ദോഷമില്ല ഇവിടെ. എന്താ? ഈ കർമ്മത്തിലൂടെ, ഈ ഭാഗവതത്തിലൂടെ നമ്മൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ അജ്ഞാനം നീങ്ങും, കേൾക്കുന്നവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടാകും, വേഗം ശുദ്ധി ഉണ്ടാകും. ആ കേൾക്കുന്നവർക്ക് ഉള്ളിൽ ആ ഭാഗവത ശ്രവണത്തിലൂടെ ഭഗവാൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവർക്ക് ആ ആനന്ദാനുഭവം, ഈശ്വരാനുഭവം കൊടുത്ത് അനുഗ്രഹിക്കും. അതാണ് ഭാഗവത ജ്ഞാനയജ്ഞമാകുന്ന സൽക്കർമ്മത്തിൻ്റെ സവിശേഷത എന്നർത്ഥം. ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഭക്തിജ്ഞാന വിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വൃജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. ഈ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം നടത്തിയാൽ, അത് നടന്നാൽ, അത് കേട്ടുകഴിഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ലോകത്തിൽ അധികം ശക്തി ഉണ്ടാകും, അവരെ കഷ്ടം തീരും, ഭക്തിക്ക് അത്യധികം സന്തോഷം ഉണ്ടാകും. ഭാഗവതം ഭക്തിയെ പ്രബലപ്പെടുത്തും. അതുവഴി ജ്ഞാനവൈരാഗ്യങ്ങൾ അനായാസേന വരും. അതാണ്, പ്രത്യേകിച്ച് അതിന് എഫർട്ട് വേണ്ട ആവശ്യമില്ല, പരിശ്രമം ആവശ്യമില്ല എന്നർത്ഥം. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവത ധ്വനേ കലിദോഷായി മാ സർവേ സിംഹശബ്ദാൽ മൃഗായിവ. ഭാഗവതത്തിൻ്റെ മഹിമ പറയാണ്. ഇനിയും മറ്റ് ജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യണ പോലെയല്ല ഭാഗവതം. എന്താ? ഈ ശ്രീമദ് ഭാഗവത ശ്രവണം എവിടെ നടക്കുമോ അവിടെ കലിദോഷം ഉണ്ടാവില്ല. ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന ആളുടെ ഹൃദയത്തിൽ കലിദോഷങ്ങൾ, കാമക്രോധാദികളാവുന്ന കലിമലങ്ങൾ പിന്നെ ഇരിക്കലൊക്കെ ഓടിപ്പോവും. എങ്ങനെ? കാട്ടിൽ സിംഹ വരണ വരെ മറ്റ് മൃഗങ്ങളൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഹള ഓടിക്കൊണ്ടിരിക്കുള്ളൂ, അല്ലേ? സിംഹശബ്ദാൽ മൃഗായുവ. സിംഹത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടാലോ
കുറുനരിയും ചെന്നായ്ക്കളും എന്ന് വേണ്ട എല്ലാവരും ഓടി ഒളിക്കൂലേ. ഇതുമാതിരി നമ്മുടെ ഉള്ളിൽ ഈ കലിമാലിന്യങ്ങൾ ഏതുവരെ ഉണ്ടാവും? ഈ ഭാഗവതം കേൾക്കണവരെ ഉണ്ടാവുള്ളൂ. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തഥ ക്രീഡാം കരിഷ്യതി. ഈ ഭാഗവതം പാരായണം ചെയ്യുകയോ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തായി? പരമപ്രേമസ്വരൂപിണിയായ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അപ്പം അങ്ങനെ ആ ആളുകളിൽ പ്രവേശിച്ച് അവരുടെ വീടുകളിലും ഉണ്ടാവും അല്ലേ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് സൽക്രമമാണ് ചെയ്യേണ്ടത്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ വേദവേദാന്ത പാഠങ്ങളൊക്കെ ചെയ്തു, ഉപനിഷത്ത് പഠിച്ചു, ഗീത പഠിച്ചു, ഒക്കെ പഠിച്ചു, എന്നിട്ടൊന്നും ഉണ്ടായില്ല എന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വായിച്ചു, വേദാന്ത ശാസ്ത്രമൊക്കെ അഭ്യസിച്ചിട്ടും എനിക്ക് വിഷയാസക്തിയും പോയിട്ടില്ല, എനിക്ക് ആത്മാനുഭവം ഉണ്ടായില്ല എങ്കിലും എന്ത് ചെയ്യണം? ഭാഗവതം ആദ്യം മുതൽ പഠിക്കൂ, ഭാഗവതം വായിക്കൂ, ആദ്യം തന്നെ ഭാഗവതം അർത്ഥം വായിക്കൂ, ഭാഗവതം ഇങ്ങനെ കേൾക്കൂ, ഭാഗവതത്തെ ഉപാസിക്കൂ. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി സംശയം വരും അല്ലേ? ആർക്ക്? ഈ വേദാന്ത ശാസ്ത്രം മാത്രം അഭ്യസിച്ചവർക്ക്, ഭാഗവതത്തിൻ്റെ മഹത്വം വേണ്ട പോലെ ഒരാചാര്യന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് സംശയം ഉണ്ടാവും. എന്ത്? നേരിട്ട് ഉപനിഷത്തും ഗീതയും പഠിച്ചിട്ട് ഉണ്ടാവാത്ത ജ്ഞാനവൈരാഗ്യങ്ങളുണ്ടോ? ഈ കഥാരൂപത്തിൽ ഇതിനെ പറഞ്ഞാൽ അത് കേട്ടാണ്ടാവാൻ പോണു, അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവൂലേ? ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയാണ്. ഇനി നാരദൻ അത് ചോദിക്കണോ? അത് നോക്കണം. ഇത് മാറുമെന്ന് നോക്കുമ്പോൾ ബഹു രസമാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന സംശയങ്ങൾ അത് മുഴുവനേ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്നതാണത്. അതുകൊണ്ട് മറ്റ് വേദാന്ത ശാസ്ത്രങ്ങളെക്കാളും ഭാഗവതത്തിനുള്ള സവിശേഷത എന്താ, മഹിമ എന്താന്ന് എടുത്തു പറയാണ് ഇനിയത്തെ ഭാഗത്ത്. നമുക്ക് നാളെ കാണാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.